കളിയിൽ മലയാളി അകത്തോ പുറത്തോ എന്ന് ചോദിച്ചാൽ ഈ നാല് പേരും അതിന് കൃത്യമായിട്ടൊരു ഉത്തരം പറയുമെന്നുള്ളൊരു അവിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. അതേസമയം തന്നെ ഈ നാല് പേരും ഇന്ത്യയുടെ സ്പോർട്സിൻ്റെ ചരിത്രത്തിൽ, കായിക ചരിത്രത്തിൽ അവരുടേതായിട്ടുള്ള ഫുട് മാർക്ക്, അവരുടേതായിട്ടുള്ള കാൽപ്പാടുകൾ പതിച്ച ആളുകളാണ്. മലയാളത്തിൻ്റെ 4 അഭിമാന താരങ്ങൾ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു കഥയിൽ നിന്ന് തുടങ്ങി നമുക്ക് ഇവരിലേക്ക് പോവാം. PT ഉഷ 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിന് പോകുന്നതിൻ്റെ 5 ദിവസം മുമ്പാണ് അവർ ഇന്ത്യയിൽ സിന്തറ്റിക് ട്രാക്ക് എന്താണെന്ന് ആദ്യമായിട്ട് കാണുന്നത്. PT ഉഷ വിമാനത്തിൽ കയറി ലോസ് ഏഞ്ചലസിലേക്ക് പോകുമ്പോഴാണ് ഹർഡിൽസിനുള്ള സ്പൈക്ക് എന്താണെന്ന് അറിയുന്നത്. ആ സ്പൈക്ക് അവർ ധരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അതുവരെ. നേരെ മറിച്ച് അതേ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ മൗണ്ട് എൽവാക്കൽ അവർ 3 മാസം മുമ്പേ ലോസ് ഏഞ്ചലസിൽ വന്ന് അവർ പരിശീലനം തുടങ്ങി. സിന്തറ്റിക് ട്രാക്കിൽ, ടർഫിൽ അവർ വന്ന് പരിശീലനം തുടങ്ങി. അന്ന് 7ാം സ്ഥാനത്തായിരുന്ന ഡെബി ഫ്ലിൻഡോഫ് ആ മത്സരത്തിൽ 7ാം സ്ഥാനത്തായിരുന്നു. അവർ 7ാം സ്ഥാനത്ത് വന്നപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അവരെ ബേണിലേക്ക് പറഞ്ഞയച്ചു 4 കൊല്ലം. അന്ന് അവർക്ക് 23.5 വയസ്സാണ്. PT ഉഷയ്ക്ക് 20 വയസ്സും. അങ്ങനെ ഫ്ലിൻഡോഫിനെ 4 വർഷം പറഞ്ഞയച്ചു. അവർ ബേണിലേക്ക് പറഞ്ഞയച്ച് ട്രെയിനിങ് നടത്തി. 28ാമത്തെ വയസ്സിൽ സോൾ ഒളിമ്പിക്സിൽ ഡെബി ഫ്ലിൻഡോഫ് സ്വർണം നേടുകയാണ്. എന്തുകൊണ്ട് ഉഷയ്ക്ക് പരിശീലനം കിട്ടിയില്ല എന്ന് നമ്മൾ ചോദിക്കേണ്ട. കാരണം അത് ഇന്ത്യയുടെ കായിക രംഗത്തിൻ്റെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ശാപമാണ്. കാരണം അതെന്നും ഭരിക്കുന്നത് കുറച്ച് കോർപ്പറേറ്റുകളും കുറച്ച് രാഷ്ട്രീയക്കാരുമാണ്. രാഷ്ട്രീയക്കാരത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ശ്രീശാന്തിനെ പോലുള്ളൊരു പ്ലെയർ 2013 ശേഷം അയാൾക്ക് ഇന്ത്യയിൽ ഒരിടത്തും ഒരു പന്തെറിയാൻ കഴിഞ്ഞില്ല അയാൾക്ക്. ഞാൻ അതിനു മുമ്പ് ശ്രീശാന്തിൻ്റെ ഒരു പറയാം. സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നു, ജാക്ക് കാലിസിനെതിരെ 22 ബോളുകൾ എറിയാണ്. ജാക്ക് കാലിസ് എഴുതിയത്, അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയത്, ഞാൻ നേരിട്ട അഗ്നിയുള്ള തീയുള്ള 22 പന്തുകൾ എന്നാണ് എഴുതിയത്. തീയുള്ള 22 പന്തുകൾ. ഞാൻ മറക്കില്ല അത്. ആ ലെങ്ത്തും ലൈനിലും ആ പന്തുകൾ ചീറിപ്പായുന്ന വെടിയുണ്ടകൾ പോലെ വന്ന് അദ്ദേഹം ബാക്ക് ഫുട്ടിൽ നിന്നിട്ട് അദ്ദേഹത്തിന് ആ പന്ത് നേരിടാൻ പറ്റാതെ നിൽക്കുന്നൊരു മനോഹര കാലമുണ്ട്. അപ്പോൾ നമ്മുടെ കായിക താരങ്ങൾ സൃഷ്ടിച്ച ഇതൊക്കെ നമുക്ക് മറക്കാൻ വയ്യ. ഇവിടെ ഇരിക്കുന്നു ഗീതു അന്ന ജോസ്. ഓസ്ട്രേലിയയിലെ ബാസ്കറ്റ്ബോളിൽ പ്രോ ലീഗിൽ പോയി, പ്രൊഫഷണൽ ലീഗിൽ പോയി കളിച്ച് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ 5 കൊല്ലം നേടി, MVP. അത് കഴിഞ്ഞ് അവർ US പോയി WNBAയിൽ അവർ പോയി. WNBAയിൽ പോയപ്പോൾ അവരന്ന് കണ്ട ഏറ്റവും മികച്ച ഷോട്ട് ബ്ലോക്കർ ആരാണെന്ന് ചോദിച്ചാൽ ഗീതു അന്ന ജോസാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ കാലത്ത് ഇന്ത്യയിലും അതുപോലെ കേരളത്തിലും, പ്രത്യേകിച്ച് കേരളത്തിലും അവർക്ക് കളിച്ചിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അംഗീകാരം കിട്ടാതെ പോയിട്ടുള്ള പ്രതിഭകളാണ്. കിഷോറിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ വോളിബോൾ മലയാളിയുടെ രക്തത്തിലുള്ളൊരു കളിയാണ്. അത് നിങ്ങൾ വടക്കേ മലബാറിൽ പോയി കഴിഞ്ഞാൽ കൃഷി കഴിയുന്ന ഓരോ കണ്ടത്തിലും ഈ കളി നടക്കും. എൻ്റെ നാട്ടിലും തൃശ്ശൂരിലും ഒക്കെ ഈ കളി നടക്കും. ആ കളി അങ്ങനെയാണ്. അത് കോഹ്ലി, അച്യുതക്കുറുപ്പ് എന്നൊക്കെ പറയുന്ന പഴയ കോച്ചുമാർ വളർത്തിക്കൊണ്ടുവന്ന ഉദയകുമാറും സിറിൽ സി വെള്ളൂറും തുടങ്ങിയിട്ടുള്ള ആ ജിമ്മി ജോർജൊക്കെ അടങ്ങുന്ന ഒരു വലിയ താരനിര നമുക്ക് തന്നിട്ടുള്ള സ്വപ്ന സമാനമായിട്ടുള്ള ആ സ്മാഷുകളുടെ ചരിത്രം നമുക്ക് മറക്കാൻ വയ്യ. അതിൻ്റെ അവസാനത്തെ അവകാശിയാണ് കിഷോർ. കിഷോർ കൂടെ നമ്മുടെ ഒപ്പം ഉണ്ട്. ജോപ്പോളഞ്ചേരി, ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഫുട്ബോളിൽ സ്ട്രൈക്കറായിട്ട് വിജയൻ്റെ ഒപ്പം മോഹൻ ബഗാനിൽ 7 കൊല്ലം കളിച്ചു. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഡിയോ 2 പേര്, IM വിജയനും അതുപോലെ ജോപ്പോളും. 92 തുടങ്ങിയിട്ടുള്ള ഒരു കളിയാണ് ഫുട്ബോൾ. അവിടെ നിന്ന് അദ്ദേഹം ഇവിടെ വരെ എത്തി. സ്റ്റോപ്പർ ബാക്ക് കളിച്ചു, അദ്ദേഹം വിങ്ങിൽ കളിച്ചു, അദ്ദേഹം ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിച്ചു, സ്ട്രൈക്കറായിട്ട് കളിച്ചു. ഇന്ന് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു സ്ട്രൈക്കർ ഇല്ല. ഇന്ത്യക്ക് സ്ട്രൈക്കർ ഇല്ലാത്തത് കൊണ്ട്
ഇന്ന് 39 വയസ്സുള്ള സുനിൽ ഛേത്രി തന്നെ ഇപ്പോഴും സ്ട്രൈക്കറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. ഒരു സ്ട്രൈക്കർ ഇല്ല ഇന്ത്യയിൽ. ISL വന്നു, IPL വന്നു, പക്ഷേ ഒരു സ്ട്രൈക്കർ ഇല്ല ഇന്ത്യക്ക്. ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പ്രൊഫഷണൽ കബഡി വന്നു, പ്രൊഫഷണൽ വോളി വന്നു, പ്രോ വോളി വന്നു. ഇതെല്ലാം വന്നിട്ട് പോലും നമുക്ക് ഇന്ത്യക്ക് ഈ ISLലും ഫുട്ബോളിലും വന്നിട്ട് നമുക്ക് ഒരു സ്ട്രൈക്കർ ഉണ്ടായിട്ടില്ല. എന്താ കാരണം? നമുക്ക് സ്ട്രൈക്കർ ഉണ്ടാവണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, ആ സ്പോർട്സ് എന്ന് പറയുന്ന ആ കായിക രൂപത്തെ അതിനെ വളർത്താൻ വേണ്ടി ഇച്ഛാശക്തിയുള്ളൊരു നേതൃത്വം ഉണ്ടാവണം നമുക്ക്. ആ നേതൃത്വം നമുക്ക് ഉണ്ടായില്ല. ചൈനയിൽ 11,41,539, നിങ്ങൾ എഴുതി വെച്ചോളൂ, 11,49,531 കോടി ഇന്ത്യൻ രൂപയാണ് അവരൊരു കൊല്ലം സ്പോർട്സിന് അവർ ചിലവാക്കുന്നത്. ഇന്ത്യയിലത് വെറും 3,442 കോടി മാത്രമാണ്. അതിൽ ഫുട്ബോളിന് ചെലവഴിക്കുന്നത് 137 കോടിയാണ്. അതിൽ 87 കോടി മാത്രമാണ് ഇന്ന് AIFFന് സർക്കാർ നൽകുന്നത്. ബാക്കി സ്പോൺസർമാരിലൂടെ അവർ കണ്ടെത്തണം. ഇതാണ് ഇന്ത്യൻ സ്പോർട്സിൻ്റെ അവസ്ഥ. അപ്പോൾ എങ്ങനെ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരു പുതിയ തലമുറയിൽ എന്തുകൊണ്ടൊരു താരം കേരളത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല? എന്താണ് അതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്? എന്താണ്, എവിടെയാണ് നമ്മുടെ ഗ്രൗണ്ടുകളൊക്കെ നമ്മുടെ പോയത്? നമ്മുടെ ഗ്രാമങ്ങളിലുണ്ടായിരുന്ന 100 കണക്കിന് ഗ്രൗണ്ടുകൾ എവിടെ പോയി? അതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു അനുഭവം ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് നമ്മുടെ ജോപോളുമായിട്ടാണ്. ജോപോള് ഇന്നത്തെ ഫുട്ബോളും കേരളത്തിൻ്റെ അവസ്ഥയും അദ്ദേഹം നിങ്ങളോട് പറയും. ഇല്ല, കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ചാൻസുകളാണ്. കാരണം ISL വന്നതിന് ശേഷം ഒരുപാട് ക്ലബ്ബുകളും അക്കാദമികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ടൂർണമെൻറ്റുകൾ നമ്മൾ കളിക്കുന്ന സമയത്ത് ഈ Under-14 Under-10 ഒന്നും ഉണ്ടായിരുന്നില്ല കളികൾ. ഇപ്പോൾ ഒരുപാട് ചാൻസുകളെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഇപ്പോൾ AIFFൻ്റെ അണ്ടറിൽ ഒരു ക്ലബിനെ. അപ്പോൾ അതങ്ങനെ ക്ലബ്ബുകളുണ്ട്, ഗ്രൗണ്ടുകളും. ഇപ്പോൾ മിനിസ്ട്രി ലെവലിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് അബ്ദുറഹ്മാൻ സാറ് ഒരുപാട് ഗ്രൗണ്ടുകൾ നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൗണ്ടുകളായിട്ട് വരുന്നു. ഇപ്പോൾ പുതിയത് പറഞ്ഞാൽ തുടങ്ങാൻ പോകുന്നുണ്ട്, ഗ്രൗണ്ടുകൾ പണിയുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ടിൻ്റെ പര്യാപ്തത മാത്രമല്ല, നമുക്ക് കളിക്കാനുള്ള അഡ്വാൻറ്റേജാണ് വേണ്ടത്. ശരിക്കും കുട്ടികൾക്ക് മാച്ചസ് കളിക്കണം. കാരണം ഒരു പ്രാക്ടീസ് മാത്രമല്ല പറഞ്ഞിട്ടാ, കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വീണ്ടും അവർ ആ ക്രിയേറ്റിവിറ്റി അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. മാച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്. അങ്ങനെ കളിക്കാനുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ കേരളത്തിൽ? ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ISL ശരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ശരിക്കും അത് മരിക്കാൻ പോയ അവസ്ഥ ഉണ്ടായിരുന്നു. 2014 ഒരു പുനർജീവിതം വന്നത്. കാരണം റിലയൻസ് വരുന്നു, അതുപോലെ തന്നെ FSDL അണ്ടറിൽ നല്ല, അതായത് വീണ്ടും ഒരു തുടക്കം. അതാണ് ശരിക്കും കേരളത്തിൻ്റെ ഫുട്ബോൾ, ഇന്ത്യൻ ഫുട്ബോളും ആയത്. പിന്നെ ഒരുപാട് പ്രാക്ടീസ് മാച്ചുകൾ കളിക്കാനുള്ള അവസരങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ കേരളത്തിലെ അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് അക്കാദമി ടൂർണമെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ KFAയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ അക്കാദമി ടൂർണമെൻറ്റ്സ് വയ്ക്കുന്നുണ്ട്, അതുപോലെ സ്റ്റേറ്റ് ടൂർണമെൻറ്റുകൾ വരുന്നു. പക്ഷേ ചെറിയൊരു പ്രോഗ്രസ് ഉണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ ഫുട്ബോളിലേക്ക്. പക്ഷെ ഒരു സത്യം ഉണ്ടല്ലോ, നമുക്കത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ 1962 ശേഷം ഇന്ത്യൻ ഫുട്ബോളിൽ കാര്യമായിട്ടുള്ളൊരു നേട്ടങ്ങളൊന്നും ഒരിക്കലും ഇന്ത്യൻ ടീമിന് നേടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് 70 മുതൽ കേരളത്തിൽ ഫുട്ബോൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. നമുക്ക് FC കൊച്ചിൻ വരെയുള്ള ക്ലബ്ബുകൾ, നമുക്ക് അലിൻഡ് കുണ്ടറയിൽ നിന്ന് തുടങ്ങി FC കൊച്ചിൻ വരെയുള്ള നമുക്ക് ക്ലബ്ബുകൾ, നമുക്ക് 11 ടൂർണമെൻറ്റുകൾ, അത് കൊല്ലത്ത് ശ്രീനാരായണ ട്രോഫി തുടങ്ങിയിട്ട് ചാക്കോള ട്രോഫി ഉൾപ്പെടെയുള്ള 11 ടൂർണമെൻറ്റുകൾ വന്നിട്ടുള്ളൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ആ കാലത്ത് നമുക്ക് വളരെ നാച്ചുറലായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് കളിക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരെ പിന്നീട് ഇപ്പം നമ്മൾ തമ്മിൽ ഇവിടെ എല്ലാവരും ഇരിക്കുന്നവരെ സാക്ഷ്യപ്പെടുത്തി പറയണം. ഞാൻ ജോപോൾ അഞ്ചേരിക്ക് ഒരു കൊല്ലം പോലും പുറത്തു പോയിട്ട് ഒരു ട്രെയിനിങ്ങിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. IM വിജയന് ഒരിക്കലും അത് സാധിച്ചിട്ടില്ല. IM വിജയൻ കളിക്കുന്ന സമയത്ത്, ജോപോളൊക്കെ കളിക്കുന്ന സ്ഥലത്ത് പറഞ്ഞു വെച്ചാൽ ഇവർക്ക് ഒരു കൊല്ലമെങ്കിലും പുറത്തു പോയിട്ട് ഇവർക്ക് കളിക്കാൻ ഉള്ളൊരു സൗകര്യം കിട്ടുമായിരുന്നെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഇങ്ങനെ ആയിരിക്കില്ല. അത് 100% ഉറപ്പാണ്. കാരണം ഞാൻ അയാക്സിൽ പോയിട്ട് അവിടുത്തെ പരിശീലനം കണ്ട ആളാണ്. ജനറ്റിക് മാപ്പിലൂടെയാണ് 19 വയസ്സുള്ള കുട്ടിയുടെ, ഒരു കളിക്കാരൻ്റെ ജനറ്റിക് മാപ്പിംഗ് എടുക്കുകയാണ് അവർ. ആദ്യം ഇവൻ്റെ പേശികളുടെ ശക്തി എത്രയാണെന്ന് നോക്കുകയാണ്, അവൻ്റെ കായികക്ഷമത എത്രയാണെന്ന് നോക്കുകയാണ്, അവൻ്റെ സ്ലീപ്പ് ടെക്നിക്ക് എത്രയാണെന്ന് നോക്കുകയാണ്. അതുപോലെ തന്നെ അവൻ്റെ എത്രയാണ് അവൻ്റെ ഫുഡ് ഇൻടേക്ക് എന്നവർ നോക്കുകയാണ്.
അങ്ങനെ ഇത് മുഴുവൻ ശാസ്ത്രീയമായിട്ട് അപഗ്രഥിച്ച് അവൻ്റെ റണ്ണിങ്ങും അതുപോലെ പാസിങ്ങും ട്രാപ്പിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ പരിശോധിച്ച് നോക്കിയ ശേഷം മാത്രമാണ് അവർ പ്രൊഫഷണലായിട്ട് ആ കളിക്കാരനെ നമുക്കൊരു പ്രൊഫഷണൽ ലീഗിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നോക്കുന്നത് ആ ഒരു സംഗതിയാണ്. അത് അത്തരത്തിലുള്ളൊരു അടിസ്ഥാന ഒരു എന്താ പറയുന്ന ഒരു സൗകര്യങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇല്ലാതെ പോയത്? അല്ല, ഇന്ത്യയിലില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞ പോലെ, അതായത് ചെറുപ്പത്തിൽ പിള്ളേരെ കണ്ടെത്തി ഓരോരോ ക്ലബ്ബുകളും അല്ലെങ്കിൽ അവരുടേതായ ഒരുപാട് ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ ഒരു പ്ലെയർ ഇതിലേക്ക് ഫുട്ബോളിലാണെങ്കിൽ ഫുട്ബോൾ, അല്ലെങ്കിൽ വോളിബോൾ ആണെങ്കിൽ വോളിബോൾ, ക്രിക്കറ്റ്, അത് അവരാണ് ചൂസ് ചെയ്യുന്നത്. ഈ കുട്ടി ഫുട്ബോളിലേക്ക് കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബാസ്കറ്റ് ബോളിലേക്ക് കറക്റ്റ് ആയിരിക്കും. അതിനുള്ള മെത്തേഡൊന്നും നമ്മുടെ അവിടെ ഇല്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് കിട്ടിയ അവസരം, കളിക്കാനുള്ള അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഞങ്ങൾ കളിക്കുന്ന കാലത്ത് ഇപ്പോൾ 62-ലെ കാര്യം പറഞ്ഞു, അന്ന് പ്രാക്ടീസ് മാച്ചൊന്നും നമുക്കില്ല. ഒരു മാച്ച് കളിക്കാൻ, അതായത് ഡയറക്റ്റ് കോമ്പറ്റീറ്റീവ് മാച്ചാണ്. അപ്പം നമുക്ക് മറ്റേ ടീമുകളെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. നമ്മളെക്കാളും ചെറിയ ടീമുകളോട് നമ്മൾ കളിച്ചിട്ട് കാര്യമില്ല. നമ്മളെക്കാളും ഹയർ ലെവൽ ടീമായിട്ട് കളിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ എതിരാളികൾക്കെതിരെ നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലത്തെ അവസരങ്ങൾ അന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്ലി മാച്ചസ് വരുന്നു, പ്രാക്ടീസ് മാച്ച് വരുന്നു. ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ കളികൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവസരങ്ങളുണ്ട്. പക്ഷേ അത് നമ്മൾ പറയില്ലേ, ഒരുപാട് കളിച്ചാൽ മാത്രമാണ് നമുക്ക് കോമ്പറ്റീറ്റീവ് മാച്ചുകൾ ചാൻസ് കിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് തന്നെ. ഇപ്പോൾ നമുക്ക് AFC കപ്പിൽ തന്നെ നമ്മൾ ഇന്ത്യൻ ടീമിൻ്റെ കളികൾ കണ്ടു. ഇപ്പോഴും നമ്മൾ ചില സ്ഥലത്ത് ഭയങ്കര വീക്ക്നെസ്സാണ്. ഇപ്പോൾ നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞു, ആൾക്കാർ അത് മെഷർമെൻറ്റ് അപ്ലൈ നമ്മൾ ഇപ്പോഴും നമ്മുടെ ഫിസിക്കൽ വൈസിൽ നമ്മളിപ്പോഴും ഭയങ്കര ഡൗൺ ആണ് ഏഷ്യയിൽ. അത് ആയി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുപോലെയുള്ള പ്ലെയേഴ്സിനെ കണ്ടെത്തി അതുപോലെയുള്ള ട്രെയിനിങ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ, അതായത് ഒരു കോമ്പറ്റീറ്റീവ് മാച്ചിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ഈ ശ്രീശാന്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് യഥാർത്ഥത്തിലൊരു പ്ലെയറിന്, കേരളത്തിൽ നിന്നുള്ളൊരു കളിക്കാരന് സസ്റ്റൈനബിലിറ്റിയോട് കൂടിയിട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് 2 ലോകകപ്പ് നിങ്ങൾ നേടി. ഒപ്പം തന്നെ നിങ്ങൾ ജനിച്ചത് 1953-ലാണ്. 1953 നമ്മൾ പ്രൂഡൻഷ്യൽ ക്രിക്കറ്റിൽ ചാമ്പ്യന്മാരായിട്ടുള്ള വർഷമാണ്. ആ വർഷമാണ് ശ്രീശാന്ത് ജനിക്കുന്നത്. അത് ഇന്ത്യയുടെ കായിക ചരിത്രത്തിൽ ഒരു നിർണായകമായിട്ടുള്ളൊരു നാഴികക്കല്ലാണ്. കാരണം 83 ക്രിക്കറ്റ് ചാമ്പ്യന്മാരായതോട് കൂടിയിട്ടാണ് നമ്മുടെ ഒരു ഷിഫ്റ്റിംഗ് നടക്കുകയാണ്. സ്പോർട്സിൻ്റെ ഉള്ളിൽ വലിയൊരു ഷിഫ്റ്റിംഗ് നടക്കുകയാണ്. പെട്ടെന്ന് ഗ്രാമങ്ങളിൽ പോലും അത് നമ്മുടെ ഹോക്കിയെയും നമ്മുടെ ഫുട്ബോളിനെയും ഒക്കെ അത് പതുക്കെ പിൻഭാഗത്തേക്ക് തള്ളി ക്രിക്കറ്റ് മുന്നിലേക്ക് വന്നു. അത് ജയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു മനഃശാസ്ത്രമാണ്, ലോക മനഃശാസ്ത്രമാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഒരു കരിയർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സസ്റ്റൈനബിലിറ്റിയോട് കൂടിയിട്ട് ഇത് കേരളത്തിൽ കളിച്ച് നിങ്ങൾ നല്ല മെച്ചപ്പെട്ട് വരികയും ഒക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം കളിയുടെ മുന്നിലേക്ക് വരുന്നു. പക്ഷേ നിങ്ങളുടെ ഏറ്റവും പ്രൈം ടൈമിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ക്രൂശിക്കപ്പെട്ടു, വളരെ പ്രൈം ടൈമിൽ. പിന്നെ നിങ്ങളുടെ ഒരു 7 കൊല്ലത്ത് നിങ്ങൾക്കൊരു പന്തെറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ കാലത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഇന്ത്യൻ ക്രിക്കറ്റിലും ഇത് എങ്ങനെ വന്നു? ഇത് ആദ്യമായിട്ട് വളരെ നന്ദിട്ടോ മാതൃഭൂമി, താങ്ക് യു ഫോർ ഹാവിങ് മീ. വളരെ നന്ദി. അതും ഇത്രയും നല്ലൊരു എന്താ പറയണേ, ട്രീ ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്നത് സൂപ്പർ കോൺസെപ്റ്റാണ്. പ്ലസ് ഇതിൻ്റെ ലെജൻസ് 2 അർജുന അവാർഡ് വിന്നർ, തീർച്ചയായിട്ടും വെൽ ഡിസേർവ്ഡ് അർജുന അവാർഡ് വിന്നർ തന്നെയാണ് ചേട്ടനും. അപ്പം ഇങ്ങനെ ലെജൻസിൻ്റെ കൂടെ ഇവിടെ ഇരിക്കാൻ പറ്റിയ വളരെ സന്തോഷം. ആൻഡ് ബിഗ് താങ്ക്സ് ടു വിഷൻ ചേട്ടനാണ്. വിഷൻ ചേട്ടൻ ഇരിക്കുന്നുണ്ട്. വിഷൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു അണ്ടർ 19 തൊട്ട് ക്രിക്കറ്റ് കളിക്കുമ്പം വളരെ പ്രചോദനം ഉണ്ടായിരുന്നു സാർ. അപ്പോൾ താങ്ക് യു. ചോദിച്ചതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും 83 ഫെബ്രുവരിയിലാണ് ജനിച്ചത്. എനിക്ക് തോന്നുന്നു 83 മാർച്ചിലാണ് ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചു തോന്നുന്നു. ഞാൻ ജനിച്ചതിന് ശേഷമാണ് ആദ്യത്തെ വേൾഡ് കപ്പ് ജയിച്ചത്. അതിനുശേഷം ഞാൻ കളിച്ച 2 വേൾഡ് കപ്പാണ് ഇന്ത്യ ജയിച്ചത് വീണ്ടും. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. കുറച്ച് വർഷങ്ങളെടുത്തെങ്കിലും മലയാളി എന്ന രീതിയിൽ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം MRF പീസ് ഫൗണ്ടേഷനിലൊക്കെ ട്രെയിനിങ്ങിന് പോകുമ്പം അക്കാഡമി ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ഫെസിലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. കാരണം അവിടുത്തെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡായിട്ടുള്ളൊരു MOU ആണ്. അപ്പം ആ MOUയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് ഫുഡ് ഇൻടേക്സ്, സ്ലീപ്പിംഗ് എല്ലാം ഒരു പ്രോപ്പർ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നൊരു MRF പീസ് ഫൗണ്ടേഷനിലെ ഒരു ഭാഗമാകാൻ പറ്റി. പക്ഷെ അന്ന് MRFയിൽ ആകെ ഓൾ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻ്റർനാഷണലിൽ നിന്ന് 2 പേർക്കാണ് 1 വർഷം കോൺട്രാക്റ്റ് കിട്ടുള്ളൂ. അതിലെനിക്ക് ഭാഗമാകാൻ പറ്റിയിരുന്നു. ഇപ്പോൾ അതുപോലെയല്ല, ഇപ്പോൾ ആർക്കും വേണ്ടി വരാം. അപ്പോൾ ഇത്തിരിയുടെ ക്രിക്കറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയാണ് സർ. പക്ഷേ ഞാൻ സാർ ചോദിച്ചതിൻ്റെ ഉത്തരം 2013 തൊട്ട് 7 വർഷം എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു
എന്താ പറയുന്ന ഒരു സെറ്റ് ബാക്ക് ആണ് ദാറ്റ് മെയ്ഡ് മി എ മച്ച് ബെറ്റർ പേഴ്സൺ. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു അവഗണനേക്കാളും കൂടുതൽ യെസ് ഐ ഹാഡ് ടു ഗോ ത്രൂ എ ലോട്ട് ഓഫ് ടഫ് ഫേസസ്, പക്ഷേ ദാറ്റ് മെയ്ഡ് മി ഹു ഐ ആം ടുഡേ സർ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം പ്രൂവ് ചെയ്യാൻ സമയമെടുത്തു. ഇൻഫാക്ട് 2015 തന്നെ എൻ്റെ ബാൻ ലിഫ്റ്റ് ആയതാണ്. പക്ഷേ വീണ്ടും BCCI എന്നുള്ളൊരു പവർഫുൾ ബോഡിയുടെ എതിരെ ഫൈറ്റ് ചെയ്ത ഒറ്റ വ്യക്തി ഞാനായിരിക്കാം. പക്ഷേ ഫൈറ്റ് ആയിരുന്നല്ല, ഐ വാസ് ജസ്റ്റ് ഫൈറ്റിംഗ് ഫോർ മൈ റൈറ്റ്. അപ്പം അതുകൊണ്ട് അതെനിക്ക് തിരിച്ച് കിട്ടിയപ്പോൾ 2019 പക്ഷേ എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു സർ. 2013 തൊട്ട് ഇപ്പം വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എല്ലാവരും കുറച്ച് കൂടെ നിന്നു. എസ്പെഷ്യലി ഹ്യൂജ് താങ്ക്സ് ടു മാതൃഭൂമി കഫാറ്റ. സത്യമായിട്ട് ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ എല്ലാ മീഡിയ ഹൗസസും എന്താ പറയണേ, നിന്ദിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ വന്ദിച്ചില്ലെങ്കിലും അധികം നിന്ദിച്ചില്ല സർ. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ടായിരുന്നു ആ ടൈമിൽ. എനിക്ക് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മൈറ്റ് ഗെറ്റ് റിയലി ഇമോഷണൽ. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ദാറ്റ് മെയ്ഡ് മീ വെരി വെരി സ്ട്രോങ് സർ. ആ കാരണം എനിക്ക് നന്ദിയുണ്ട്. കാരണം അതാണ് ഞാൻ എൻ്റെ ഇപ്പോൾ പറയുന്ന എല്ലാ യങ്സ്റ്റേഴ്സിനോടും പറയുന്ന ഒരു പോയിന്റ്. ഇതിൻ്റെ മെയിൻ ഇത് തന്നെ, മലയാളി അകത്തോ പുറത്തോ എന്നുള്ളതിൻ്റെയിലും എനിക്ക് പറയാനുള്ളത് യു ക്യാൻ അച്ചീവ് എനിത്തിങ്. മലയാളി ആണെങ്കിലും തമിഴനാണെങ്കിലും ഹിന്ദിക്കാരനാണെങ്കിലും യെസ് ദർ വിൽ ബി ദാറ്റ് ടഫ് ഫേസ്. പക്ഷേ നോർത്ത് ഇന്ത്യൻസിന് ചിലപ്പോൾ ഈസി ആയിരിക്കാം കയറുന്നത്, ബട്ട് ദാറ്റ് വിൽ മേക്ക് യു മച്ച് ബെറ്റർ സ്പോർട്സ് പേഴ്സൺ. എസ്പെഷ്യലി ഫ്രം സ്പോർട്സ് പറയുകയാണെങ്കിൽ ആർട്സ് ആണെങ്കിലും യു വിൽ ബിക്കം എ മച്ച് ബെറ്റർ പ്രൊഫഷണലി. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ എതിരെ എത്ര പേര് നിൽക്കുന്നു, നമ്മൾ അതിലും നന്നായിട്ട് അധ്വാനിക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ കാലിസ് ആണെങ്കിലും ഐ ആം ബ്ലെസ്ഡ്, ഐ ആം ഗ്രേറ്റ്ഫുൾ. അങ്ങനത്തെ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയത് എനിക്ക് തോന്നുന്നു 2 വേൾഡ് കപ്പ് ജയിക്കാനൊക്കെ ഭാഗ്യമുണ്ടായത് ഒന്നും എളുപ്പത്തിൽ കിട്ടിയിരുന്നില്ല, വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് കിട്ടിയത്. പക്ഷേ അതിനോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം എളുപ്പത്തിൽ കിട്ടിയത് ചിലപ്പോൾ എളുപ്പത്തിൽ പോകും. അതുകൊണ്ട് യെസ്, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് സാറ് പറഞ്ഞാൽ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ, തിരുവനന്തപുരക്കാരനായ സഞ്ജു സാംസൺ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ സച്ചിൻ ബേബി ഇന്നലെയും കൂടെ ഒരു 100 അടിച്ചു, കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് വളരെയധികം. രോഹൻ എസ് കുന്നുമേൽ കഴിഞ്ഞ തവണ ഇറാനി ട്രോഫി കളിച്ചു. വളരെ ബേസിൽ തമ്പി ഇന്ത്യ A വരെ എത്തിയിരിക്കുന്നു. വളരെയധികം നല്ല യങ്സ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ കൊല്ലം MD നിതീഷ് എന്ന് പറയുന്ന കുറേ, ഞാനിപ്പോഴും നല്ലോണം ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുന്നത്, ഇവിടുത്തെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. വിഷൻ ചേട്ടൻ നല്ലോണം അറിയാം, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറയുന്ന ഒരു കാര്യമാണ് സർ. സാറിനും അറിയാം, ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് 3 ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞാൽ ഇതുവരെ നടന്നിട്ടില്ല, പക്ഷേ സഞ്ജുവിന് അത് നടത്താൻ പറ്റും. കാരണം അത്രയും നല്ലൊരു പവർഫുൾ പൊസിഷനിൽ അദ്ദേഹം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സ് നല്ലോണം പെർഫോം ചെയ്ത, പിന്നെ പ്ലസ് ദ എൻറ്റയർ മീഡിയ ഹൗസൊക്കെ ഹെൽപ്പ് ചെയ്ത തീർച്ചയായിട്ടും സർ അടുത്ത ഈ വേൾഡ് കപ്പ് അറിയില്ല, അടുത്ത വേൾഡ് കപ്പ് ഒരു 2027 വേൾഡ് കപ്പിൽ ഒരു 3 മലയാളി സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സർ. ശ്രീശാന്തിന് ഇപ്പോഴത്തെ ഒരു ക്രിക്കറ്റ് താരത്തിന് ഒരു ഇന്ത്യൻ ടീമിലേക്ക്, സഞ്ജുവിൻ്റെ ഓർമ്മയിൽ നിന്നാണ് നമ്മൾ പറയണത്, ആ ടീമിലേക്ക് കയറി പറ്റാനായിട്ട് ഇപ്പോഴും നമുക്ക് ഒരു തടസ്സം അവിടെ ഉണ്ടോ? അതാണ് ഞാൻ ഒരു ചെറിയ വാക്കി പറഞ്ഞത് സർ. തടസ്സമുണ്ടാകാം, പക്ഷെ അതിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണം. ഇപ്പം നമ്മളൊരു ചിലപ്പോൾ ഒരു നോർത്ത് ഇന്ത്യക്കാരൻ ഒരു 100-200 അടിച്ചാൽ ചിലപ്പോൾ ടീമിൽ വരാം. പക്ഷേ സഞ്ജു തിങ്ക് ചെയ്യേണ്ടത് സിമ്പിളാണ്, 200 അല്ല, എനിക്ക് 500 അടിക്കണം. അപ്പം ബെറ്റർ ആയിരിക്കും, ഇൻ്റർനാഷണൽ ചെല്ലുമ്പോൾ അത്രയും ഈസി ആകും. അപ്പം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം, സഞ്ജു മാത്രമല്ല സർ, സഞ്ജു യെസ് ഈസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ നൗ. ഇപ്പം തന്നെ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്ക ലാസ്റ്റ് ഇന്നിങ്സിൽ 100 ആണ് അടിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഹി ഡിസേർവ്സ്. ഇപ്പോൾ ടെസ്റ്റ് മാച്ച് ഞാൻ എപ്പോഴും ഒരു റോബിൻ ഉത്തപ്പയുടെ അടുത്ത് എപ്പോഴും തമാശയ്ക്ക് ഇപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്നത്, ഇഫ് യു ആർ നോട്ട് എ ടെസ്റ്റ് ക്രിക്കറ്റർ യു ആർ നോട്ട് എ ക്രിക്കറ്റർ എന്ന് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും സഞ്ജുവിനിപ്പം. എനിക്ക് തോന്നുന്നു ഈ ഇപ്പം നടക്കുന്ന തുമ്പയിൽ ഇപ്പോൾ മാച്ച് ഇടുന്നുകൊണ്ടിരിക്കുകയാണ്. സഞ്ജു എപ്പോഴാണ് ബാറ്റ് ചെയ്യുന്നതെന്നറിയില്ല. ഒരു 100 അടിച്ചാൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ടീമിൽ വരെ സഞ്ജുവിന് വരാൻ പറ്റും. അത് സഞ്ജു വന്നാൽ സാർ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ അതർ ക്രിക്കറ്റേഴ്സ്, എസ്പെഷ്യലി മലയാളീസ്. ഞാൻ കളിച്ചതിന് ശേഷം സഞ്ജുവിനോട് നന്ദിയുണ്ട്. പക്ഷേ സഞ്ജു കഴിഞ്ഞതിന് ശേഷം വേറെ ആരും അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നില്ല, അതാണ് വാസ്തവം. പക്ഷേ എനിക്ക് പറയാനുള്ള ഈ ഒരു പേര് ഞാൻ നിങ്ങളെല്ലാവരും ഓർത്തിരുന്നോ, വിഷ്ണു വിനോദ്. അദ്ദേഹം ആയിരിക്കും അടുത്ത ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മലയാളി ക്രിക്കറ്റേഴ്സ്. അല്ല, സ്വാഭാവികമായിട്ടും അത് കേരളത്തിനോടൊരു എപ്പോഴും സെലക്ടേഴ്സിന് ഒരു കേരളത്തിനെ മാറ്റി നിർത്തുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ വളരെ പൊരുതി കയറി. അപ്പോൾ നമ്മുടെ മൊഹീന്ദർ അമർനാഥ് ഇന്ത്യയിൽ 83-ൽ 2 മാച്ചുകൾ സെമി ഫൈനലിലും ഫൈനലിലും മാൻ ഓഫ് ദ മാച്ച് നേടിയ ആളാണ് മൊഹീന്ദർ അമർനാഥ്. അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയർ എന്ന് പറയുന്നത് 19 വർഷമാണ്. അതിൽ 9 വർഷം മാത്രമാണ് അദ്ദേഹം ടീമിൽ കളിച്ചത്.
അദ്ദേഹം നന്നായി കളിച്ചിട്ട് പോലും പാകിസ്ഥാനിൽ ടെസ്റ്റ് കളിക്കാൻ പോയിട്ട് സർഫറാസ് നവാസിൻ്റെ ബോളിൽ ഒരു അത്യുജ്വലമായിട്ടുള്ള ഒരു ഡെലിവറിയിൽ നെറ്റി പൊട്ടിയിട്ട് വന്നിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി. അദ്ദേഹം ബാൻഡേജ് ഇട്ട് വന്നിട്ട് അദ്ദേഹം 79 അടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അമർനാഥ്. ആ അമർനാഥ് ആ നിരാശ കൊണ്ടാണ് പിന്നീട് സെലക്ടേഴ്സിനെ ബഞ്ച് ഓഫ് ജോക്കേഴ്സ് എന്ന് വിളിച്ചത്. അത് എക്സ്പീരിയൻസ് അല്ല, ഇത്രയും അയാൾക്ക് പോലും സർവൈവ് ചെയ്യാനായിട്ട്, ക്രിക്കറ്റിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തേത് കൺസിസ്റ്റൻസി. ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യത്തിലും നമുക്ക് പറയാനുള്ളത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് വരും തോറും ആ ടീമിൽ നിന്ന് സഞ്ജുവിനെ ഒരു കാലത്തും മാറ്റാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരിക്കലും ഇല്ല സർ. എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം തിരിച്ച് എനിക്ക് സൗത്ത് സീരീസ് തൊട്ട് മുമ്പ് നമ്മൾ വീണ്ടും കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ പറഞ്ഞതും 1 ball at a time. ഇപ്പോൾ ഏതൊരു സ്പോർട്ടിലാണെങ്കിലും ആ 1 moment at a time എന്നൊക്കെ പറയണോ, അല്ല ആ ഒരു മൊമെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്യാം. ഡോണ്ട് തിങ്ക് ടു മച്ച് അബൌട്ട് ദ ഫ്യൂച്ചർ. അതാണ് ബേസിക്കലി എന്താ പറയുക, പവർ ഓഫ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ദ ടൈം പറയണത് ആ ഫ്ലോ ഓഫ് സ്റ്റേറ്റിൽ വരണം. അത് ഐ എം ഷുവർ സഞ്ജുവിന് അത് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറേ പേരുടെ പേരുണ്ട്, അദ്ദേഹത്തിന് പറ്റും. പിന്നെ അണ്ടർ 19, അണ്ടർ 17 നല്ല ഉഗ്രൻ പിള്ളേർ കളിക്കുന്നുണ്ട് കേരളത്തിൽ. എല്ലാ സ്പോർട്സിലും വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഡിസ്കഷനിൽ ഞാൻ പറയാനുള്ളത്, ഐ ആം വെരി കോൺഫിഡൻറ്റ്. എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റ് റെക്കോർഡ്സ് അറിയില്ല, പക്ഷേ മാക്സിമം ഒളിമ്പ്യൻസ് ആർ ഫ്രം കേരള. അപ്പോൾ തീർച്ചയായിട്ടും വി ക്യാൻ ഗെറ്റ് ദാറ്റ് ബെസ്റ്റ് സ്പോർട്സ് പേഴ്സൺ എന്നുള്ളതൊരു അവാർഡ് എല്ലാ കൊല്ലവും ഒരു അർജുന അവാർഡ് മാത്രമല്ല, ഒരു ഖേൽരത്ന വരെ കേരളത്തിലേക്ക് വരും. ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ എല്ലാവരുടെയും പിള്ളേരോടൊക്കെ പറയൂ, പ്രാർത്ഥിക്കാൻ, പ്ലസ് പ്രയത്നിക്കാൻ. ഗീതു അന്ന ജോസ് നിങ്ങൾക്കറിയാം, മൗണ്ട് കാർമലിൽ നിന്ന് കളിച്ചു തുടങ്ങിയ ആളാണ്, ബാസ്ക്കറ്റ് തുടങ്ങിയ ആളാണ്. 12 വർഷം ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ പോയി പ്രോ ലീഗ് കളിച്ചു, ബാസ്ക്കറ്റ് ബോൾ കളിച്ചു. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് US പോയി WNBAയിൽ സെലക്ഷന് പോയ ഇന്ത്യയിലെ ഏക ബാസ്ക്കറ്റ് ബോൾ താരമാണ് ഗീതു അന്ന ജോസ്. നമുക്ക് മലയാളിയായിട്ടുള്ള ലീലാമ്മ തോമസിന് ശേഷം മലയാളത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു പാരമ്പര്യം ഗീതുവിൻ്റെയാണ്. ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ ഒരു ബാസ്ക്കറ്റ് ബോൾ താരത്തിന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു അംഗീകാരം കിട്ടാൻ വളരെ വിഷമം ഉള്ളൊരു കാലമല്ലേ ഇത്? എന്താ അഭിപ്രായം അതിനെക്കുറിച്ച്? Hi everyone. So basketball എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ ടീം ഗെയിം, ലൈക്ക് വോളിബോൾ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ് എല്ലാം. സോ ഒരു അത്ലറ്റിക്സിലുള്ളവരെക്കാട്ടിലും നോക്കുമ്പോൾ അതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളികളാണ്, ഒരാൾ മാത്രം പെർഫോം ചെയ്താൽ മതി. പക്ഷേ ബാസ്കറ്റ്ബോൾ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് അത് ആദ്യം കളിക്കുന്ന 5 പേര് കളിച്ചില്ലെങ്കിൽ നമ്മളൊരു കളി വിൻ ചെയ്യത്തില്ല. ഒരു നാഷണൽ ലെവലിലൊക്കെ നല്ല പെർഫോമൻസ് ആയിരിക്കും. ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ 1 or 2 എൻ്റെ കാലഘട്ടത്തിൽ പോലും എൻ്റെ അത്രയും എനിക്ക് എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ വേണ്ടി പോയപ്പോൾ ഐ സ്കോർഡ് ഐ തിങ്ക് 52 points. ദാറ്റ്സ് ഹിസ്റ്ററിയാണ്. ആരും ഇതുവരെ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല. ബട്ട് എൻ്റെ കൂടെയുള്ള കുട്ടികൾക്ക് അവിടെ വരെ എത്താൻ കഴിഞ്ഞില്ല. ബിക്കോസ് എനിക്ക് കിട്ടിയ എക്സ്പോഷർ, ഞാൻ 3 years ഐ വാസ് ഇൻ ഓസ്ട്രേലിയ. ആ കളി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് തന്നെ ആ ഒരു ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു. ആരും അത് ലൈക്ക് ഒപ്പോണൻസ് ആരും എൻ്റെ അടുത്ത് നിൽക്കുന്നത്, ബിക്കോസ് അത്രയും പവർ ഗെയിം ആയിരുന്നു എൻ്റെത്. ഞാൻ പോലും ആ ഒരു ലെവലിൽ എത്തിയിട്ടും എൻ്റെ കൂടെയുള്ള പ്ലേയേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഐ കാൻ വിൻ മെഡൽ ഫോർ ബാസ്കറ്റ്ബോൾ. അല്ല, ഒരു ടീം ഗെയിം അല്ലേ. പക്ഷേ ഞങ്ങൾ അതേസമയം 3x3 ഖത്തറിൽ പോയി കളിച്ചു, we won ബിക്കോസ് ഇറ്റ്സ് ഓൺലി 3 players ഗെയിം. സോ ഇറ്റ്സ് എ ഷോർട്ടർ വേർഷൻ. സോ അതാണ് പ്രശ്നങ്ങൾ. അതായത് ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ട് 1-2 കുട്ടികളുണ്ട് ഇപ്പോഴും ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട്. പക്ഷേ അവർ ആ പെർഫോമൻസ് ഒരു ലെവൽ കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ കഴിയുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് എല്ലാവർക്കുമുള്ള ആ എക്സ്പോഷർ. ഒരു 6-7 പേര് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരും. ചില കുട്ടികളൊക്കെ ലൈക്ക് ബെഞ്ചിൽ വന്നൊന്ന് ഇരുന്നാൽ മതി, ഞങ്ങൾക്ക് ഇന്ത്യൻ ടീമിൻ്റെ ബെഞ്ചിൽ ഇരുന്നാൽ മതി, കളിക്കണമെന്നില്ല. നിങ്ങൾ കളിച്ചോ. ലൈക്ക് ഞങ്ങളൊക്കെ 40-45 minutes അത്രയും കഷ്ടപ്പെട്ടിട്ടാ, ലൈക്ക് എവറി ഡേ വി ഹാവ് ടു ഫൈറ്റ്. അത്ര ഒരു കളിയായിരിക്കും. കളിച്ചിട്ട് ഒരു സപ്പോർട്ടിന് ഒരാളില്ല. ബെഞ്ചിൽ നോക്കുമ്പോൾ ആരും ഇറക്കാൻ പറ്റത്തില്ല. 0 ആയിരുന്നു ബെഞ്ച് സ്ട്രെങ്ത് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ആ ലെവൽ തന്നെ ആയിരിക്കും. ഞാൻ ആരെയും കുറ്റം പറയല്ല, പക്ഷെ ഇതാണ് ട്രൂത്ത്. കേരളത്തിൽ ഇപ്പോൾ ബാസ്കറ്റ് ബോളിൻ്റെ കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത? ഇപ്പോഴും ലൈക്ക് ഇന്ത്യൻ ടീമിലേക്ക് കളിക്കുന്ന കുട്ടികളുണ്ട്. നമ്മുടെ 3 പേരുണ്ട്, അനീഷ, ശ്രീകല, അവരൊക്കെ കളി നല്ല കളിയാണ്. അവർ ഇന്ത്യൻ ടീമിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുന്നു. ചില കുട്ടികൾ സ്റ്റെഫിയൊക്കെ ലൈക്ക് 3x3 ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്നു. പക്ഷേ നമ്മളൊരിക്കലും ഇന്ത്യൻ ടീമിന് കളിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് യു ഷുഡ് നോട്ട് സ്റ്റോപ്പ് യുവർ ഡ്രീം. യു ഷുഡ് അച്ചീവ്, ലൈക്ക് യു ഹാവ് ടു ഹാവ് എ
എന്താ പറയുക, വെളിയിൽ പോയി എനിക്ക് പെർഫോം ചെയ്യണം. ഐ ഓൾവേസ് ബിലീവ് ഇൻ പെർഫോമൻസ്. ഇത്രയും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പോയി ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ. അത് ഓരോ ഒത്തിരി കാര്യങ്ങളുണ്ട്. വെളിയിൽ പോയിട്ടുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ തൊട്ട് അവിടെ ചെന്ന ആ ഒരു വെതർ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ കളി പെട്ടെന്ന് കഴിയും. ഒരു എക്സ്ക്യൂസസ്, അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഗവൺമെൻറ് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ എക്സ്പോഷറാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. ഒരു ലൈക്ക് ഈ മാസം ഒരു കളി കാണും, പിന്നെ കാണുന്നത് ആഫ്റ്റർ 6 months ആയിരിക്കും. അതിൽ ഒന്നും നോബഡി ക്യാൻ, അത് ഒരു ഗെയിമിലും ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ആ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ റിസൾട്ട് ഇസ് നോട്ട് ദേ. അത് ഒത്തിരി ലൈക്ക് എക്സ്പോഷർ. വി നീഡ് ടു അറ്റ്ലീസ്റ്റ് സെൻഡ് ദ ടീം വെളിയിൽ കളിക്കാൻ വേണ്ടി വിടണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ എന്ന് പറഞ്ഞൊരു ലൈക്ക് ഫോറിൻ പ്ലേയേഴ്സ് ഇങ്ങോട്ട് വന്ന് കളിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. നേരത്തെ IPL തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളുടെ ബാസ്കറ്റ്ബോൾ ഫെഡറേഷനിലുള്ള സെക്രട്ടറി, പുള്ളി ഇപ്പം മരിച്ചുപോയി, ട്രൈ ചെയ്താണ് NBA നമ്മുടെ ഇവിടേക്ക് കൊണ്ടുവന്നൊരു ലീഗൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷേ കുറേ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്, കൊണ്ടുവരാൻ പറ്റിയില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് മാത്രമേ ലീഗ് ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ലീഗ് വേണം, എന്നാലേ എക്സ്പോഷർ കുറച്ചും കൂടെ എങ്കിലും കിട്ടത്തുള്ളൂ. എല്ലാവരെയും നമുക്ക് വെളിയിൽ കൊണ്ട് കളിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരു ടീമിൽ 1-2 പ്ലേയേഴ്സ് വരുമ്പോഴേക്കും അത് ഗെയിം ചേഞ്ച് വിൽ ഹാപ്പൻ. ഈ 80-കൾ വരെ കേരളത്തിൽ ധാരാളം ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റുകൾ 80-കൾ വരെ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കോട്ടയത്ത് നിന്ന് തന്നെ അത് ഒരുപാട് ടൂർണമെൻറ്റുകൾ കോട്ടയത്ത് മാത്രമായിട്ട് നടന്നിട്ടുണ്ട്. ഈ താങ്കൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് അവിടുത്തെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയില്ല, MVP ആയല്ലോ. അപ്പോൾ ആ സമയത്ത് ഓസ്ട്രേലിയയിൽ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ വർഷങ്ങളിൽ ഇന്ത്യൻ അന്തരീക്ഷത്തിലും ഓസ്ട്രേലിയൻ അന്തരീക്ഷത്തിലും കളിയുടെ പരിശീലനം, അതേപോലെ തന്നെ അതിൻ്റെ ഏകോപനം, പിന്നെ അതേസമയം തന്നെ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതിലൊക്കെയുള്ള വ്യത്യാസം എന്താണ് താങ്കൾക്ക് അനുഭവപ്പെട്ടത്? ഒന്നാമത്തെ കാര്യം എവറി അവിടെ സീസൺ എന്ന് പറയുമ്പോഴേക്കും എവറി വീക്കെൻഡ്സ് നമ്മൾ ഒരു ഹോം ഗെയിം കാണും, എവേ ഗെയിം കാണും. അത് ആ ഒരു 6 months കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു ഗെയിംസാണ് ഈ സീസൺ കളിച്ച് ലൈക്ക് ഒരു ടൈറ്റ് ഗെയിമാണ്. ലൈക്ക് ഒരു കളി പോലും ഞങ്ങളവിടെ ഒരു 30 pointsനോ അല്ലെങ്കിൽ എബൌട്ട് 10 pointsനോ ഒന്നും കളി തീർന്നിട്ടില്ല. എല്ലാം ടൈറ്റായിട്ട്, അത്രയ്ക്കും ടീം നല്ല പ്ലേയേഴ്സാണ്. മറ്റ് 2 ടീമിന് നല്ല പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് ലൈക്ക് ഇന്ന് കളിക്കുന്ന ഒരു പ്ലെയർ നാളെ ചിലപ്പോൾ നല്ല രീതിയിൽ കളിക്കില്ലായിരിക്കും. പക്ഷേ ആ ഒരു എക്സ്പോഷർ കിട്ടുന്നത് തന്നെ ഏറ്റവും ബെസ്റ്റാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അന്നൊക്കെ ഞാൻ കളിക്കുന്ന ഏജിൽ പോലും എല്ലാവരും പറയും ഇപ്പോഴും ടൂർണമെൻറ്റ്സ് ഒട്ടും ഇല്ല. പണ്ടൊക്കെ ഞങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പം അത് സീനിയേഴ്സ് പറയുന്നതാണ്, ലൈക്ക് ഒരു 3 monthsലേക്ക് അങ്ങ് ഇറങ്ങി ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ കളിച്ച് ഒരു ഓൾ ഓവർ ഇന്ത്യ കളിച്ച് ഇങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഞങ്ങളുടെ സമയത്ത് പോലും ലൈക്ക് മന്ത്ലി വൺസ് എങ്കിലും ഞങ്ങൾക്ക് ഒരു ടൂർണമെൻറ്റ്സ് കിട്ടുമായിരുന്നു. അതുപോലെ ഇപ്പം ഇല്ല, വളരെ കുറവാണ് ടൂർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. ബോംബെയിലൊക്കെ എത്ര ടൂർണമെൻറ്റ്സ് ആയിരുന്നു, ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചിട്ടായിരിക്കും വരുന്നത്, ബോംബെ, ഡൽഹി, പഞ്ചാബ് എല്ലാം. പക്ഷേ ഇപ്പോൾ അതെല്ലാം സ്റ്റോപ്പായി. ആകെ എവിടെയെങ്കിലും ഒരു സീനിയർ നാഷണൽസ് പോലെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിംസ് അല്ലാതെ ടൂർണമെൻറ്റ്സ് ഭയങ്കര കുറവാണ് ഇവിടെ. അതേസമയം ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈക്ക് എവറി വീക്കെൻഡ് നമ്മൾ വിൽ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ലൈക്ക് 2 ഗെയിം ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഉള്ളൂ, പക്ഷേ ആ ഗെയിം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ടഫാണ്. അതിലേക്ക് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിഫറെൻറ്റ് ലെവലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ മറ്റേ വാച്ചൊക്കെ കെട്ടി അങ്ങ് വിടും, ഓടാൻ വേണ്ടി. ആരെങ്കിലും അവർക്ക് അവിടെ ഇരുന്ന് കാണാം, എന്താ പറയുക, സിസ്റ്റത്തിൽ കാണാം. അത് അന്ന് ഒക്കെ എനിക്കതൊക്കെ പുതിയ പരിപാടിയായിരുന്നു. ആരെങ്കിലും ലൈക്ക് നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ഇട്ടില്ല, കുറച്ചും കൂടെ ഒക്കെ എഫേർട്ട് ഇടൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കും ഇതൊക്കെ അതിനകത്ത് അറിയാൻ പറ്റുമോ? പക്ഷെ ഇന്നൊക്കെ അത് എല്ലായിടത്തും ആണ്, ലൈക്ക് ആ ഒരു ട്രാക്കർ ഉണ്ട്. സോ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് പ്രാക്ടീസ് എന്താണെന്ന് ഞാൻ അറിയുന്നത്. നമ്മുടെ ഇവിടെ ഒരു കോച്ചാണ്, ഈ കുട്ടി ഫിറ്റാണോ, ഇന്ന് കളിക്കാൻ പറ്റുമോ, എല്ലാ കാര്യം, അത് ഫിസിക്കൽ ട്രെയിനിങ് എല്ലാ കാര്യവും ഒരു കോച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ ട്രെയിനേഴ്സ് ഉണ്ടാവും, കോച്ച് ആകെ അവിടെ ഒരു ബോർഡിൽ എഴുതിയിരിക്കും ഇന്ന് ആരൊക്കെയാണ് കളിക്കുന്നതെന്ന്, ഇന്ന് ആരൊക്കെയാണ് ഫിറ്റല്ലാതെ. ആ ഒരു കോച്ച് വരും, ഓക്കെ ഇത്ര പ്ലേയേഴ്സാണ് ഇന്ന്. കോച്ച് ആ ഗ്രൗണ്ടിലെ കാര്യം മാത്രം നോക്കും, പുള്ളി അങ്ങ് പോകും. മറ്റേത് ട്രെയിനേഴ്സും കാര്യങ്ങളും തെറാപ്പിസ്റ്റ് എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ അതൊരു ബെഞ്ച് ഓഫ് ടീമാണ് അവിടെ വരുന്നത്. അതൊരു ഡിഫറെൻറ്റ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങളുടെ കളികളെ ഒരു റീഡ് ചെയ്തിട്ട് പെർഫോമൻസ് ലെവൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കില്ല. നമ്മുടെ ഫിറ്റ്നസിന്റെ കാര്യമാണ് മെയിനായിട്ട് നോക്കുന്നത്. കാരണം ഗെയിം ഓൺലി കോച്ചസ് വിൽ ബി നമ്മളോട് പറയും ഓക്കെ ഇന്ന തെറ്റുകളുണ്ട്. പക്ഷേ ട്രെയിനേഴ്സാണ് നമ്മുടെ കൂടെ ചെയ്യുന്നത്. ഓക്കെ എത്ര അവേഴ്സ് ഉറങ്ങി ഇന്നലെ, നമ്മളെല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം അവർക്ക്. അതിനനുസരിച്ച് യു ആർ നോട്ട് ഫിറ്റ് ടുഡേ, ജസ്റ്റ് റിലാക്സ് ടുഡേ, അവരങ്ങ് ഇങ്ങോട്ട് പറയും. അങ്ങനെയുള്ള അന്ന് ലൈക്ക് 10 years ago ആണ് അത്. അന്ന് അവിടെയൊക്കെ അത് വന്നു. ഇവിടെ ഇന്ന് പോലും എനിക്ക് തോന്നുന്നില്ല വന്നിട്ടുണ്ടെന്ന്. അതൊക്കെ ഒത്തിരി ചേഞ്ചസ് ഒരു പ്ലെയറിൻ്റെ ലൈഫിൽ കൊണ്ടുവരും. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ്.
ഈ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലും ന്യൂട്രീഷൻ്റെ കാര്യത്തിലും നമ്മൾ വളരെ വളരെ പിന്നിലാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്താ അഭിപ്രായം? അതെ, അതിപ്പം അതൊരു ന്യൂട്രീഷൻ്റെ കാര്യമോ ഫിറ്റ്നസിൻ്റെ കാര്യമോ ഒരു ടീമിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു കോച്ച് തന്നെ പറയും, ഓ എനിക്കതെല്ലാം അറിയാം, ഞാൻ പറഞ്ഞു കൊടുത്തോളാം പ്ലേയേഴ്സിൻ്റെ അടുത്ത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിവിടെ ഇപ്പോൾ ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ആണെങ്കിലും പല പ്രാവശ്യം കോച്ചസ് ക്ലിനിക്ക് ഇങ്ങനത്തെ ഓരോരോ ക്ലിനിക്സ് വയ്ക്കും. പക്ഷേ എല്ലാവരും അവിടെ വന്ന് എങ്ങനെ കേൾക്കും ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതിയെടുക്കും. തിരിച്ചു പോയിട്ട് അവരാരും ഒരു കാര്യം പോലും ഇതൊക്കെ ഇതിലും മേലുള്ളത് എനിക്കറിയാമെന്നുള്ള രീതിയിലാണ്. സോ ന്യൂട്രീഷൻ്റെ കാര്യങ്ങളാണെങ്കിലും ട്രെയിനേഴ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും. നമ്മളെപ്പോഴും ഗെയിം മാത്രം മതി, ഇതൊന്നും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. സ്പീഡ് ആൻഡ് എജിലിറ്റി ഉണ്ട്, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ഉണ്ട്, ഈവൻ സ്വിമ്മിങ് വർക്കൗട്ട്. അവിടുത്തെ സ്വിമ്മിങ് വർക്കൗട്ട് തന്നെ കാണണം, 1 hour കൊല്ലും. സ്വിമ്മിംഗ് എന്ന് പറയുമ്പോഴേ എല്ലാവരും ഇവിടെ ഭയങ്കര റിലാക്സേഷൻ സുഖമാണ്, പക്ഷെ അവിടെ അങ്ങനെയല്ല. അതൊരു ഡിഫറെൻറ്റ് വേ ഓഫ്, അതിലാണ് ഞാനിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഒരു ചെറിയൊരു അക്കാഡമി, ഞാനും ശ്രീശാന്തൊക്കെ ഉണ്ട്, ദ ലെജൻസ് ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ലെജൻസ് ഫൗണ്ടേഷൻ്റെ ഒരു ബാസ്കറ്റ്ബോൾ ആൻഡ് ക്രിക്കറ്റ് ഉണ്ട്. അതിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് നമ്മൾ അവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. നമുക്കൊരു 40 to 50 പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പോൾ. അല്ല, അത് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, ഇത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. വിജയൻ ചേട്ടനും ഉണ്ടായിരുന്നു, എന്തോ ഒരു ഇൻഡിഫറൻസ് എന്തോ, പക്ഷേ വൺ ഓഫ് ദ ലെജൻഡ്. എന്തായാലും ഗീതുവിൻ്റെ കൂടെ എന്താ പറയണേ, ഓണർ. തീർച്ചയായിട്ടും സാറ് ചോദിച്ചതിൻ്റെ ഒരു, എസ്പെഷ്യലി ഇവിടെ തന്നെ ഞാൻ പറയാം, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, മെയിനായിട്ട് ബാസ്കറ്റ്ബോളും ക്രിക്കറ്റാണ് ഫോക്കസ് ചെയ്യണത്. തീർച്ചയായിട്ടും എന്താ പറയുക, എല്ലാ സ്പോർട്ടിനും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ കുറേ ബാസ്കറ്റ്ബോൾ ടൂറിന് എന്തായാലും ഓൾറെഡി ഷീസ് പ്ലാനിങ് ലോട്ട് ഓഫ് വെരി ഗുഡ് തിങ്സ് NBA ഒപ്പം. അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലയാളി എന്നല്ല നോക്കാണ്ട് ഇന്ത്യ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതും നമ്മുടെ തന്നെ എത്രയോ നല്ല നല്ല മലയാളി, നല്ല തലത്തിൽ നിൽക്കുന്ന മലയാളികളുടെ സപ്പോർട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആർക്കും തടയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ദാറ്റ് വിൽ ബി വെരി ഗുഡ് സക്സസ്. അപ്പം തിരുവനന്തപുരത്താണ് ഒരു ബാസ്കറ്റ്ബോൾ തുടങ്ങിയിരിക്കുന്നത് അക്കാഡമി. അപ്പം പിന്നെ കൊച്ചിയിൽ വരുന്നു, പിന്നെ ദുബായിലാണ്. അപ്പോൾ എല്ലാവരും, ഞാൻ പ്രോമിസ് ചെയ്യുന്നതല്ല, ബട്ട് ഐ എം വെരി കോൺഫിഡൻറ്റ്. ഇപ്പം സാറ് ചോദിച്ചൊരു പോയിന്റ് ഞാൻ വീണ്ടും പറയാം. മിക്കവരും പറയുന്ന ന്യൂട്രീഷൻ്റെ കാര്യം സാർ, ഇപ്പോൾ MRFിലാണെങ്കിലും ഇഫ് യു റിയലി ഡിസേർവ് ഇറ്റ് എന്ന് പറയില്ല. അതിന് ഡിസയേഴ്സ് കുറേ ഉണ്ടാവും, പക്ഷേ ഡിസേർവ് ചെയ്യണേ അതുപോലെ അധ്വാനിക്കണം. ഇപ്പോൾ സ്വിമ്മിംഗ് കോച്ച് എനിക്ക് വിൽസൺ ചെറിയാൻ സാറായിരുന്നു MRF പീസ് ഫൗണ്ടേഷനിൽ. അപ്പോൾ ഓടാനാണെങ്കിൽ ഷൈനി ചേച്ചി വരുമ്പോൾ ഇടയ്ക്ക് പറയും, ഇത്രയൊന്നും ഓടിയാൽ പോരാ, നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചാൽ മാത്രം, ക്രിക്കറ്റ് 2 ബോൾ എറിയാനല്ല അങ്ങനെ. ബട്ട് ഇറ്റ്സ് എൻ ഓൾഡ് സ്കൂൾ തിങ്കിങ്. ബട്ട് എൻ്റെ അച്ഛൻ എപ്പോഴും പറയുന്നത്, വി ആർ ഓൾഡ് സ്കൂൾ ബട്ട് വി ആർ നോട്ട് ഓൾഡ് ഫൂൾസ് എന്ന് പറയും. കാരണം ആ ഒരു വർക്ക് എത്തിക്സ് ഒരു റൂട്ടീൻ ആക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. അപ്പം തീർച്ചയായിട്ടും അക്കാഡമികൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും, ബട്ട് ആ ഇൻഡിവിജ്വലാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഹൗ മച്ച് ഷുഡ് ഐ ഗിവ് ഇൻ, ഹൗ മച്ച് സാക്രിഫൈസസ് എന്ന് പറയും പലരും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇഫ് യു ലവ് സംതിങ് റിയലി ബാഡ്ലി, ദാറ്റ്സ് നോട്ട് കോൾഡ് സാക്രിഫൈസ്. അത് സാക്രിഫൈസേ അല്ല, അത് ലവ് ഫോർ ദ ഗെയിം ആണ്, ആ ലവ് ഫോർ ദ കമ്മിറ്റ്മെൻറ്റ്. പ്രിപ്പറേഷൻ എല്ലാവരും പറയും, പക്ഷേ എനിക്ക് ഇത് പറഞ്ഞൊരു പോയിന്റ് വളരെ ഇഷ്ടമായി, പെർഫോമൻസ്. എല്ലാവരും പറയും പ്രോസസ്, ബട്ട് ഫോർ വാട്ട് ആർ യു ഡൂയിങ് ദ പ്രോസസ് ടു വിൻ എ കോമ്പറ്റീഷൻ, ടു വിൻ അറ്റ് എ ഹയർ ലെവൽ? ആ ഒരു ഗോൾ ഇല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡൂ ദാറ്റ് പ്രോസസ്. അപ്പോൾ എന്തായാലും ഒരു ഹാവിങ് എ എൻഡ് ഇൻ ദ മൈൻഡ്, അത് എനിക്കുണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട്. ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ചേട്ടനോട് കളിക്കുമ്പം ഞാൻ അച്ഛനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ത്യ കളിക്കുന്നു. അപ്പോൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇവിടെ രഞ്ജി ട്രോഫി കളിക്കുമ്പോൾ ഇത് പറഞ്ഞത് തന്നെ കൂടെ ഉള്ളവർ ടീം സ്പോർട്ടാണ്. അപ്പോൾ ഞാൻ ഓടി ഒന്ന് സ്പീഡിലെറിയുമ്പം, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കീപ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എൻ്റെ പൊന്നു ശ്രീകുട്ട, നിൻ്റെ ഈ പേസിലൊക്കെ ഞാൻ എങ്ങനെ പിടിക്കാൻ? അതായത് കീപ്പിംഗ് ലവ് വിട്ടിട്ടുള്ളൊരു വ്യക്തി ഒരു 4 ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ വേർഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഭാഗ്യത്തിന് ഞാനിപ്പോൾ ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ത്യ കളിക്കാത്ത ഒരു യങ്സ്റ്ററിൻ്റെ ന്യൂ ബോളിൽ 4 ക്യാച്ച് വിട്ടാൽ ചിലപ്പോൾ അടുത്ത മാച്ച് രഞ്ജി ട്രോഫി ചിലപ്പോൾ കളിപ്പിക്കില്ല. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എ ടീം, എവറി ഇൻഡിവിജ്വൽ ഷുഡ് ഡു എവറിത്തിങ് വിച്ച് മാറ്റേഴ്സ്. അപ്പോൾ എന്തായാലും നമ്മുടെ അക്കാഡമിയിൽ അങ്ങനെ ആയിരിക്കും ഉറപ്പാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഏതൊരു അക്കാഡമി തുടങ്ങിയാലും അവിടെയും അങ്ങനെ ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വോളിബോളിലേക്ക് നമ്മൾ വരുമ്പോൾ, ഞാൻ ഈയിടെ സ്പോർട്സ് ഇല്ലസ്ട്രേറ്റിൽ കണ്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അതൊരു ഇറ്റാലിയൻ വോളിബോൾ പ്ലെയറുടെ ഒരു ഇൻ്റർവ്യൂ ആണ്. ഡിനോ ജാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കഴിഞ്ഞ ഒളിമ്പിക്സിൽ കളിച്ചതാണ്. അപ്പോൾ അദ്ദേഹം അതിൽ അറ്റാക്കറായിരുന്നു. അപ്പോൾ അദ്ദേഹം 142 ഗെയിമുകളാണ് അദ്ദേഹം കളിച്ചത് ഒരു വർഷം.
140 ഗെയിമുകൾ കളിക്കണമെങ്കിൽ ആ കളിക്കാരൻ്റെ എൻഡുറൻസ് എത്രമാത്രമാണെന്ന് നമുക്കറിയില്ല. 142 ഗെയിമുകൾ എന്ന് പറഞ്ഞാൽ 365 ദിവസത്തിൻ്റെ ഉള്ളിൽ 142 ദിവസവും അയാൾ കോമ്പറ്റീറ്റീവ് ഗെയിമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അയാളുടെ എനർജി, അയാളുടെ അതുപോലെ തന്നെ ഓരോ മാച്ചിലും അയാൾക്ക് അത് കളിച്ചത് മുന്നേറാനുള്ള അയാളുടെ ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ, അദമ്യമായ ഇച്ഛാശക്തി എന്നൊക്കെ നമ്മൾ പറയണം. അതൊക്കെ ഉള്ളൊരു ഒരു പ്ലെയറാണ് അയാൾ. അപ്പോൾ അയാൾ പറയണമെന്ന് വെച്ചാൽ ഇതിൽ ഫിസിക്കൽ എക്സസൈസ് ഇല്ലാതെ, അതേപോലെ അതിനുള്ള ഇല്ലാതെ നമുക്ക് മുന്നേറാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് വോളിബോളിലത്തെ ഒരു പാഠമായിട്ടാണ് അദ്ദേഹം ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കിഷോറിനോട് ചോദിക്കുന്നത്, ഇപ്പോൾ കിഷോർ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് ഒരുപാട് കളികൾ കളിച്ച് നമ്മൾ ഇറാനെ വരെ ഇറാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച വോളിബോൾ രാഷ്ട്രങ്ങളിൽ, ഏഷ്യൻ രാഷ്ട്രത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രം ഇറാനാണ്. അപ്പോൾ ഇറാനും ഇറ്റലിയും ബ്രസീലും ഹോളണ്ടും നെതർലാൻഡ്സും സെർബിയയും ഒക്കെ കളിക്കുന്ന ഒരു ലോകമാണ്. അതിൽ ഇറാൻ കളിച്ച് ജപ്പാനും മുന്നേറുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങൾ നിലയ്ക്ക് നിങ്ങൾ ഒരു കേരളത്തിൽ നിന്നൊരു വോളിബോൾ പ്ലെയർ എന്ന നിലയ്ക്ക് ഇവിടേക്ക് പോകാനും നിങ്ങൾക്ക് എന്തെല്ലാം തടസ്സങ്ങളുണ്ടായി? ആദ്യമായി എന്നെ ഇതിലേക്ക് വിളിച്ചിട്ടുള്ള മാതൃഭൂമിക്കും അതേപോലെ പ്രിയ സുഹൃത്ത് വിശ്വേട്ടനും നന്ദി പറയുകയാണ്. ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ വോളിബോൾ എന്ന് പറയുന്ന ഒരു ഗെയിം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വോളിബോൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ 1-ാം നമ്പർ ഗെയിമായിരുന്നു. അതിപ്പോൾ മാറി 2019 മുതൽ ഫെഡറേഷനിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്ന് ഇന്നും അത് എവിടെയും തീരാതെ സർട്ടിഫിക്കറ്റിനൊന്നും വാല്യൂ ഇല്ലാത്തത് കൊണ്ട് ഒരു സൈഡിലേക്ക് ഒതുക്കപ്പെട്ടു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സാറ് ചോദിച്ചത് ശാരീരിക ക്ഷമതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ശാരീരിക ക്ഷമത എന്ന് പറയുന്നത് വോളിബോൾ താരങ്ങളിൽ മാത്രമല്ല. ഇപ്പോൾ അയാൾ 142ഓളം ഗെയിമുകൾ കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രികളിൽ ഉറങ്ങാതെ വൺ ഡേ ടൂർണമെൻറ്റുകളിൽ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട്. ഒരു എക്സസൈസുകളും സാധനങ്ങളും ഇല്ലാതെ KSRTC ബസ്സിൽ കയറിപ്പോയിട്ട് അവിടെ പോയിട്ട് കളിച്ചിട്ട് അവിടെ നിന്ന് ഉറക്കാല്ലാതെ അടുത്ത വീട്ടിലേക്ക് പോയിട്ട് ചിലപ്പോൾ അവിടെ നമ്മൾ തൊട്ട് സൈഡിൽ ചിലപ്പോൾ ഒരു ഓംലെറ്റും കട്ടൻ കാപ്പിയാണ് കിട്ടുക, ചിലപ്പോൾ ഒരു ഏത്തപ്പഴവും കിട്ടും. അത് കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ പിള്ളേർ അത് കളിച്ച് കഴിഞ്ഞാൽ അത് മാറിപ്പോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുള്ള ആൾക്കാർ പൊതുവെ മടിയന്മാരായി കഴിഞ്ഞു. കേരളത്തിലുള്ള ആൾക്കാർ ഏറ്റവും മികച്ച സ്പോർട്സ് എന്ന് പറയുന്നത് തീറ്റിയാണ്. ബാക്കിയൊരു കാര്യത്തിന് നമ്മൾ തയ്യാറല്ല. നിങ്ങളിവിടെ ഇരിക്കുന്ന ഈ ആൾക്കാർ ഇതെല്ലാം കേട്ടുപോയാലോ നിങ്ങൾ വീട്ടിൽ പോയി ആലോചിക്കും എൻ്റെ മോനെ ഒന്ന് സ്പോർട്സുകാരനാക്കണം. ഇല്ല, ആരും വിടൂല. കാരണം അവന് കുട്ടിയോട് പറഞ്ഞാൽ തന്നെ കുട്ടി എന്താ വിചാരിക്കുക, രാവിലെ 6 മണിക്ക് എണീക്കണം, പാടാണ്. അതൊക്കെ വലിയ പാട്, ഇത് നോക്കുന്നതിന് വലിയ പാട്. അപ്പോൾ ഇതുപോലുള്ളൊരു സംസ്കാരം ഭയങ്കരമായി മാറി. 3 നേരം കഴിച്ചിട്ട് നമ്മൾ ഏതാണ്ട് 8 നേരമായി. അടുക്കള പൂട്ടാണ് 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ ഇറങ്ങുക 11 മണി കഴിഞ്ഞാൽ എല്ലാവരും പുറത്താണ്. കുഴിമന്തി, കുഴിക്കാത്ത മന്തി, കറങ്ങുന്ന ചിക്കൻ, പൊരിക്കുന്ന ചിക്കൻ, പലതരത്തിൽ ഗ്ലാസ്സിലിട്ട ചിക്കൻ. ഇത് എന്നുണ്ടാക്കിയതാ? ഒരു ദിവസം ബീഫ് ചില്ലി, പിറ്റേന്ന് ബീഫ് ഫ്രൈ, പിറ്റേന്ന് ബീഫ് കറി, പിറ്റേന്ന് അത് കഴുകിയിട്ട് വേറെ എന്തെങ്കിലും സാധനമായിട്ട് തരും. ഇതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുക നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കും, മലയാളിക്ക് ജീവിതശൈലി രോഗങ്ങൾ പിടിപെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ കേരളത്തിലെ ഞാനിങ്ങനെ പല ഇപ്പോൾ പ്രൈം വോളിബോളിൻ്റെ ക്യാമ്പ് കോഴിക്കോട് നടക്കുന്നുണ്ട്. ആ ക്യാമ്പിൽ നിന്ന് കോഴിക്കോട് നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ടീം പ്രാക്ടീസ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാളിങ്ങനെ പല കോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ എന്നോടൊരാൾ ചോദിച്ചു, നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ സെറ്റപ്പുള്ള ഒരാളാണ്, പല തരത്തിൽ കോൾ ചെയ്തപ്പോൾ നിങ്ങളെ ആക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ സബ്സിഡികൾ കൊണ്ടുവരും. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്ത് സബ്സിഡി? പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്ത വീടുകളിൽ വൈദ്യുതി ചാർജ് 50%. ജില്ല പ്രതിനിധീകരിച്ച ഏതെങ്കിലും ഒരു കായിക താരം വീട്ടിലുണ്ടെങ്കിൽ ഗ്യാസിന് 50% സബ്സിഡി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഏതെങ്കിലും ഒരുത്തൻ ഇന്ത്യ കളിച്ചിട്ടുണ്ടെങ്കിൽ ഓന് കറണ്ട്, വെള്ളം, സർവ്വ സാധനങ്ങൾ ഫ്രീ. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ അങ്ങോട്ട് സാധനം ചെയ്ത് വരുമ്പം വീട്ടിൽ നിന്ന് രാവിലെ കിടന്നുറങ്ങുന്ന പിള്ളേർ, അമ്മമാർ വന്നൊരു ഒറ്റ ചവിട്ടാ പോയി ഓർഡറാന്ന് പറയും. എന്തിനാ? ഗ്യാസ് തീരാനായി. ഇതിന് പൈസ കഴിഞ്ഞാൽ 1050 ഉറുപ്പ്യ നമ്മൾ കൊടുത്ത് 500 കിട്ടും സാധനം ഓടുകയെന്ന് പറയും. അല്ലാണ്ട് മലയാളി ഒരിക്കലും ഇറങ്ങില്ല, ശാരീരിക ക്ഷമത ഉണ്ടാവുകയില്ല. നമ്മൾ ഏതാണ്ട് ഒരു 25 വയസ്സ് വരെ നല്ലോണം തിന്നു. അത് 30 വയസ്സാകുമ്പോൾ നമ്മൾ ഗുളികയും തിന്നും, മറ്റൊന്ന് തിന്നും. 40 വയസ്സാകുമ്പോൾ കിഡ്നിയും പോവും. നമുക്ക് ഒരു ഒളിമ്പിക്സിനും പങ്കെടുക്കാൻ പറ്റില്ല. ഒരുപാട് കായിക താരങ്ങളെ നമ്മൾ പിന്നെ നോർത്ത് ഇന്ത്യക്കാരോട്, ലോബികളോട് മത്സരിച്ചിട്ട് നമ്മൾ പങ്കെടുത്ത് വന്ന കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ അവരോട് മത്സരിക്കാനുള്ള ആളുകളൊന്നുമില്ല. കാരണം നമ്മൾ 10 മണിയാകുമ്പോൾ നമ്മൾ ആലോചിച്ചു, നിങ്ങൾ ഏത് കളിക്കാരനെ നോക്കിയോ, ഞാൻ കാണുന്നൊരു കാര്യമാണ്, വേഗം എടുത്ത് കളി കഴിഞ്ഞ് നമ്മളൊക്കെ തോറ്റ് കഴിഞ്ഞാൽ അന്നത്തെ രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. നമുക്കിങ്ങനെ വല്ലാതെ അവനെ
ഞാനത് പറയാറുണ്ട്, ചില നമ്മളെ കോട്ടികളില്ലേ, കോട്ടിയൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഈ കോട്ടി കളിച്ചിട്ട് അവസാനം തോൽക്കുമ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കും സാധനം എന്ന് മുട്ടനടിക്കാന്ന് അറിയുന്ന നാട്ടിൽ, ഇവിടെ എന്ത് പറയുന്ന അറിയില്ല. ഇങ്ങനെ അടി കൊണ്ടിട്ട് നമ്മൾ ഈ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ കിട്ടുന്നൊരു വിഷമമുണ്ട്, നമുക്ക് ഭയങ്കര വേദനയും ഒരു ഇൻസൾട്ടൊക്കെ അനുഭവപ്പെടും. ഇതൊക്കെ അനുഭവപ്പെട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പിറ്റേന്ന് സ്കൂൾ വിടാൻ കാത്തിരിക്കും, 4 മണിയാണ് 5 മണിയാണ്, എന്നിട്ട് അവൻ വരണം, കഴിഞ്ഞ ദിവസം അടിച്ചവൻ വരണം, അവനെ തോൽപ്പിച്ചിട്ട് നമ്മൾ ഈ അടിച്ച് കഴിയുമ്പോൾ അവൻ്റെ ഈ നടുവിരൽ ഇങ്ങനെ കൊള്ളുമ്പോൾ ഡിന്നൊരു സൗണ്ട്, അതിങ്ങനെ ചെവി കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ. ജീവിതത്തിൽ അങ്ങനെ ഒരു സുഖം നമ്മൾ കിട്ടില്ല. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എന്നുള്ളവന് എന്ത് സുഖം, അടി കിട്ടിയോ മൊബൈൽ എടുത്തിട്ട് നോക്കുക അടുത്ത ആൾക്കാർക്ക്. ശരി, ആലോചിച്ച് നോക്ക്, ഒരു വികാരമില്ല. കുറേ ആൾക്കാർ ഇങ്ങനെയുള്ളൊരു തലമുറേനെയും കൊണ്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു ഭക്ഷണത്തിലുണ്ടാകുന്ന ഒരു ക്രമം. ഇവിടെ പറഞ്ഞ ന്യൂട്രീഷൻ ഫുഡ് ഇവിടെ കിട്ടാൻ, പണ്ട് കാലഘട്ടത്തിൽ നിങ്ങളറിയോ, കായിക താരങ്ങൾ വരുന്നത് ഒന്നും കഴിക്കാനില്ലാത്ത വീടുകളിൽ നിന്നാണ്, ഒരു വസ്ത്രം ഇടാനുള്ള വീടുകളിലാണ്. വീടിനകത്ത് ഒരു ബെഡ്റൂം മാത്രമുള്ള ഒരു വീട്ടിനകത്ത് 5-6 മക്കളുള്ളപ്പോൾ എങ്ങനെയെങ്കിലും ഇതുങ്ങളെ 4 എണ്ണത്തിന് ഹോസ്റ്റലിലേക്ക്, ഗവൺമെൻറ് ഹോസ്റ്റലിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഫുഡിനുള്ള കുറച്ച് പൈസകളൊക്കെ ലാഭിക്കാമെന്നുള്ള തരത്തിലാണ് അവരൊക്കെ അത് വലിയ രീതിയിൽ പോവുകയാണ്. ഇന്നതല്ല, എന്തും വലിയ ഷൂസ് വാങ്ങിക്കൊടുക്കുക. നിങ്ങൾ ആലോചിച്ചു, ഇന്നൊക്കെ വെറുതെ കിടക്കുന്ന ആൾക്കാരുടെ കാലിൽ ആസിക്സിൻ്റെ ഷൂസാണുള്ളത്, ആരുമില്ല മോശക്കാരായിട്ട്. എന്നുള്ള ഫെസിലിറ്റികൾ കിട്ടിയാൽ പോലും ഇവർ ആ ഒരു തലങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ശാരീരിക ക്ഷമത എല്ലായിട്ടല്ല, മടിയന്മാരായിപ്പോയി. അതിൽ നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരുടെയും നമ്മളുടെ ചിന്താഗതി മാറി. കാരണം നിങ്ങൾ ആലോചിച്ച്, പഠിക്കണം, എനിക്ക് അമേരിക്കയിൽ എങ്ങോട്ടും കയറ്റി വിടണം, സംഭവം സെറ്റാണോ, ഇത് മാത്രമാകുന്ന ഒരു രീതിയിലേക്ക് ഇനി വോളിബോളിനൊക്കെ ഒരു തിരിച്ചു വരവെന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ കായിക ലോകം മുഴുവൻ ഒരു സർവേ കേരളത്തിൽ നടത്തിയപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 2000 ഗ്രൗണ്ടുകളാണ് കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ അപ്രത്യക്ഷമായത്. 2000 ഗ്രൗണ്ടുകൾ, അത് സ്കൂളിനോട് ചേർന്നുള്ള ഗ്രൗണ്ടുകളാണ് നമുക്ക് നഷ്ടമായത്. അത് വേറൊരു തരത്തിലുള്ള സൂചനയാണത്. ആ ഗ്രൗണ്ടുകളൊക്കെ പിന്നീട് വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളൊക്കെ ആയിട്ട് മാറി എന്നുള്ളത് വേറെ ചരിത്രം. പക്ഷേ സംഭവിച്ചത് ഇപ്പോൾ ഇത് കേരളത്തിലെ തന്നെ പുതുതായി വരുന്ന കളിക്കാർക്ക് പോലും ആ പൂർണ്ണമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? സാറ് പറഞ്ഞത് 2000 ഗ്രൗണ്ട് അപ്രത്യക്ഷമായിടത്തത് 6000 ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, തമിഴ്നാട്ടിലേക്കോ ആന്ധ്രയ്ക്കോ കർണാടകയിലേക്കോ പോയാൽ ഒരു മെഡിക്കൽ ഷോപ്പ് കാണാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് 100 റുപ്യെങ്കിലും കൊടുക്കണം. ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ഒരു ടൗണിൽ തന്നെ 11-15 മെഡിക്കൽ ഷോപ്പുകളുണ്ടാവും, ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകളുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമ്മളുടെ വികസനം എന്ന് പറയുന്നത് ബേക്കറി, ഹോട്ടലും ഹോസ്പിറ്റലാണ്. നമുക്ക് വേറൊരു വികസനവും വേണ്ട മലയാളിക്ക്. മൊബൈൽ പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ. കൊറോണ വന്നതോടുകൂടി എല്ലാവരുടെ കയ്യിലും 2-3 ആയി. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഹോസ്പിറ്റലാണ്, മൊബൈൽ ഹോസ്പിറ്റൽ, പെൻ ഹോസ്പിറ്റൽ, അങ്ങനെയാണ്. അതെ, എല്ലാ ഹോസ്പിറ്റലുകളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ട് വരണമെങ്കിലുള്ള പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഗെയിമുകൾ, ഇപ്പോൾ നമ്മുടെ ഓഫീസിലുള്ള ഒരു സ്ത്രീ ഒരു ദിവസം എന്നോട് സംസാരിക്കുകയാണ്, ഞാനൊന്ന് അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്ക് തിരിച്ചു നോക്കുമ്പോഴേക്ക് ഏതാണ്ട് 17 ഗെയിം ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നു സ്ക്രീനിൽ. നിങ്ങൾ ആലോചിച്ചു, ഈ കുട്ടീനെ കളിക്കാൻ വിടുക എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. നമ്മൾ കളിപ്പിക്കാൻ വിടുക എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടുകൾ അപ്രത്യക്ഷമാകുന്നതിന് കാരണം എന്താ വെച്ചാൽ ഇവിടെ കളിക്കാൻ ആളില്ല. ഇപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടുണ്ട്, അത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ അച്ഛനൊരു ഗ്രൗണ്ട് ഉണ്ടാകും. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സെർവ് ചെയ്ത് അപ്പുറം എത്തിക്കുന്ന ആളാണ്. പക്ഷേ എൻ്റെ മകന് സർവീസ് അപ്പുറം ചെയ്യാൻ വേണ്ടി 9ാം ക്ലാസ് വരെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, 8 വർഷം കഴിയേണ്ടി വന്നു അവന് സർവീസ് ചെയ്യാൻ. അതൊരു തലമുറയുടെ വ്യത്യാസമാണ്. അപ്പോൾ അതുപോലുള്ള സൗകര്യങ്ങൾ ഉണ്ടായാൽ പോലും ഇവരതിലേക്ക് വരാനുള്ള ഒരു മടി കാണിക്കുന്നുണ്ട്. കാരണം അത് നമ്മളറിയാം, ഇത് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം, സർക്കാരുകൾ, മറ്റു സ്ഥാപനങ്ങൾ, എല്ലാ സംഘടനകളും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം എന്താണ്? ലഹരി. എന്തുകൊണ്ട് ലഹരി വരുന്നു നിങ്ങൾ മനസ്സിലാക്കണ്ടോ? ഈ ലഹരിയുമായിട്ട് ഈ മൈതാനങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. വൈകുന്നേരങ്ങളിൽ കുറച്ച് പേര് കളിക്കുമ്പോൾ അതിൻ്റെ ചുറ്റും കുറേ ആൾക്കാർ വന്ന് നിൽക്കുകയാണ്. കുറേ ആൾക്കാർ അവിടെ കാണുകയാണ്. വൈകുന്നേരം ഈ കളിക്കുന്നവരൊക്കെ ടയേർഡായിട്ട് പോയിട്ട് കിടന്നുറങ്ങുകയാണ്. ഇത് ഒരു ടയേർഡും ആകാത്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾ കാമേശ ക്രോധേശ രജോഗുഡ് സബുദ്ഭവ മഹാശന മഹാവമ വിദ്വന മിഹവൈരിജം, കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങളാണ് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ സ്വഭാവം വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള മന്തിയൊക്കെ തിന്നിട്ട് ഉറങ്ങാതെ ആർക്കിട്ട് കളിക്കുന്ന കളികൾ ഓരോരുത്തരെയും കൊന്നുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മളങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു പരിപാടിയിലേക്ക് എങ്ങനെയാണ് നമുക്കൊരു തിരിച്ചു വരേണ്ട? ഇതെല്ലാം മാറണമെങ്കിൽ ഇവൻ്റെ മനസ്സൊന്ന് നന്നാകണമെങ്കിൽ ഇവൻ വേർക്കണം. വേർക്കാത്ത ശരീരത്തിൽ വിശ്രമമില്ല. നിങ്ങൾ ആലോചിച്ചു, അവൻ വിശ്രമമില്ല. ഒന്ന് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പറയാനുള്ളത്, നമ്മൾക്ക് കുട്ടികളെ നോക്കാൻ നേരമില്ല.
അതായത് 12 ആൾക്കാർ 15 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഒരെണ്ണം പോലും ഗുണം കെട്ട് പോകാതെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുള്ള ഒരു തലമുറയിൽ നിന്ന് 2 ആളുണ്ടെങ്കിൽ പോലും ധോണിയുടെ മകൾ മലയാളം പാട്ട് പാടി എന്ന് പറഞ്ഞ് അഭിമാനത്തോട് പറയുമ്പോൾ ഞാൻ ചിരിച്ചതാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ധോണിയുടെ ഭാര്യ മലയാളം പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ധോണിയുടെ ഭാര്യ നോക്കുന്നതിനേക്കാൾ കൂടുതൽ മലയാളിയായ ഒരു വേലക്കാരി നോക്കിയിട്ടുണ്ട്. അത് അഭിമാനമല്ല, അത് അപമാനമാണ്. ആരോ ഞാൻ പാടി എന്ന് പറഞ്ഞതേ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഭാര്യ പറയുന്ന ഭാഷയും എൻ്റെ ഭാര്യയുടെ സംസ്കാരവും വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ മാത്രമേ അത് എൻ്റെ കുട്ടിയാകുന്നുള്ളൂ. ആ സംസ്കാരമില്ലാത്ത കുട്ടി എങ്ങനെയാണ് കേരളത്തിൻ്റെ സംസ്കാരം വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ കായിക സംസ്കാരം വെച്ച് നിങ്ങളിങ്ങനെ വരണമെന്ന് പറയുന്നത് സായിപ്പിനെ സദ്യ തിന്നാൻ പഠിപ്പിക്കുന്ന പോലെ ഉണ്ടാവുന്നത്. ചോറ് വാരിക്കുമ്പോൾ ഉരുണ്ടുരുണ്ട് പുറത്തേക്കൊക്കെ പോകും. അപ്പം നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് വീടുകളിൽ നിന്നാണ്. വീടുകളിൽ നിന്ന് നോക്കണം നമ്മൾ ശരിക്കും അവന്മാരെ. നിങ്ങൾ ആലോചിക്കുക, ഞാൻ പല സ്കൂളുകളിൽ പോകുമ്പോൾ ചോദിക്കാറുണ്ട് കുട്ടികളോട് ചോദ്യങ്ങൾ, നിങ്ങൾ തോറ്റവരുണ്ടോ ആരെങ്കിലും? പല സ്കൂളിൽ നിന്ന് ഒരു കുട്ടി പോലും ഒരു കാര്യത്തിനും തോൽക്കാത്തവരാണ്. തോൽക്കാത്ത കുട്ടിക്ക് എങ്ങനെയാണ് തോൽക്കാനാണ് വിഷമം. തോൽക്കാൻ വിഷമമാണ്. തോറ്റ ആത്മഹത്യ ചെയ്യും. ഇന്നാൾ മൊബൈൽ വാങ്ങിക്കൊടുക്കാത്ത ആത്മഹത്യ ചെയ്ത് സ്ഥലം വിട്ടുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെയൊക്കെ അടിച്ചിട്ട് വീട്ടിൽ നിന്ന് കളിച്ച് നേരം വയ്യാൻ ഹോംവർക്ക് ചെയ്യാൻ അടിച്ചിട്ട് പുറത്ത് നിർത്തും വീടിൻ്റെ. അമ്മ പറയും അച്ഛൻ ഉറങ്ങിക്കോട്ടെ വിളിക്കാം, അടുക്കള വാതിൽ തുറന്നു തരും. അപ്പുറത്ത് വലിയ ചോറ് ഇരുട്ടത്ത് നമ്മൾ ഇരുന്നോണ്ട് തിന്നിട്ട് അച്ഛൻ കാണാതെ പോയി കിടന്നുറങ്ങും. അച്ഛൻ എണീക്കുന്നതിന് മുമ്പ് ഒരലറവും വെക്കാതെ നമ്മൾ പോകും. കാരണം അടി വീണ്ടും കിട്ടും പിറ്റേന്ന്. ഇന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ മുന്നിൽ കിടക്കുന്ന സാധനം കൂടി കുട്ടി മോട്ടിച്ചിട്ടും പറ്റിയ മൊബൈലും സ്വർണ്ണവും മോട്ടിച്ചിട്ടും കുട്ടി രക്ഷപ്പെടും. അച്ഛനെതിരെ പോവുകയും ചെയ്യും. നാളെ കുട്ടി മരിച്ചപ്പോൾ പറഞ്ഞ് പെരിയപ്പ ഡെഡ് ഫീലിങ്സ് ആഡ്. പെരിയപ്പൻ്റെ ബോഡിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇട്ടേക്കാണ്. ഈ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പറ, എന്ത് ചെയ്യും? ഞങ്ങൾ പറഞ്ഞു നമ്മൾ വലിയ പ്ലാനും സാധനം ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇതുങ്ങൾ വേറൊരു വഴിക്ക് പോവാണ്. ആദ്യം നമ്മൾ ഇതുങ്ങളെ നേരെ വരുത്താനുള്ള ഒരു പരിപാടിയായിട്ട് കൊണ്ടുപോകാനാണ് ഏറ്റവും ശ്രമകരം. അതിനുശേഷം നമുക്ക് ന്യൂട്രീഷൻ. ചേട്ടൻ കുറച്ചാൾ രഞ്ജി ട്രോഫി കോച്ച് ചെയ്യോ പ്ലീസ്? ഇനി നമുക്ക് പ്രേക്ഷകരുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 1-2 ചോദ്യങ്ങൾക്കുള്ള സമയമുണ്ട്. ഹലോ, എൻ്റെ പേര് ടെവിൻ എന്നാണ്. ശ്രീശാന്ത് ചേട്ടനോടാണ് ചോദ്യം. ഞാൻ 2014 മുതൽ ചേട്ടനെ പറ്റി ആർട്ടിക്കിളൊക്കെ എഴുതാറുണ്ട്. അതിൽ 1-2 ആർട്ടിക്കിൾ ചേട്ടൻ ട്വിറ്ററിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2014 ആണോ 15-ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഒരു ആർട്ടിക്കിൾ ചേട്ടൻ്റെ കരിയർ ഹൈലൈറ്റ്സ് ഒക്കെ വെച്ച് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷനായിട്ട് ഞാൻ എഴുതിയ ഒരു സംഭവമായിരുന്നു. അന്ന് കെവിൻ പീറ്റേഴ്സനെ ഇംഗ്ലണ്ട് ടീമിൽ നിന്ന് ആൻഡ്രൂ സ്ട്രോസുമായിട്ടുള്ള പ്രശ്നം കൊണ്ട് പുറത്താക്കിയ സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീശാന്ത് ഇനി ക്രിക്കറ്റ് കളിക്കുന്നത് കെവിൻ പീറ്റേഴ്സൺ ഇംഗ്ലണ്ട് ടീമിൽ കയറുന്നത് പോലെ ആയിരിക്കാം എന്ന് നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ട് ഒരു ആർട്ടിക്കിൾ ഒരുപാട് പേര് വായിക്കുന്നതാണല്ലോ, അങ്ങനെ എഴുതിയാണ്. അപ്പോൾ ചേട്ടൻ അന്ന് പറഞ്ഞു, ബ്രദർ താങ്ക്സ് ഫോർ റൈറ്റിംഗ് ദിസ് ആർട്ടിക്കിൾ. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു, കെവിൻ ഇനി ക്രിക്കറ്റ് കളിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഉറപ്പായും ക്രിക്കറ്റ് കളിക്കും എന്ന് ചേട്ടൻ പറഞ്ഞു. എന്നിട്ട് 2014 നടക്കുന്ന സംഭവമാണ്. പിന്നീടാണ് ചേട്ടൻ്റെ ഡൽഹി ഹൈക്കോർട്ട് ചേട്ടനെ വെറുതെ വിടുന്നതും പിന്നെ ബാൻ ലിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ 2020 ചേട്ടൻ സയ്യിദ് മുഷ്താഖിൽ ടൂർണമെൻറ്റ് കളിക്കുന്നു, വിജയ് ഹസാരെ കളിക്കുന്നു, രഞ്ജി ട്രോഫി കളിക്കുന്നു. അപ്പോൾ ഇത്രക്ക് കഷ്ടപ്പാട് നിറഞ്ഞ അല്ലെങ്കിൽ ഒരു മെൻ്റൽ എന്താ പറയുക ട്രോമ അനുഭവിക്കുന്ന കാലത്ത് പോലും ചേട്ടൻ ഇത്രത്തോളം ആത്മവിശ്വാസം എവിടെ നിന്ന് കിട്ടി എന്നാണ് എൻ്റെ ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു കേട്ടോ, ഫുൾ സപ്പോർട്ട് ചെയ്തതിനും നല്ല കാര്യങ്ങൾ എഴുതുന്നതിനും. ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ഈസിയാണ് കേട്ടോ ശരിക്കും. ആക്ച്വലി ഡിഫിക്കൽട്ട് ടൈംസ് അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് നോക്കണമെന്ന് എനിക്ക് ഐ എം ജെന്യുവൻലി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഇവിടെ വന്നുകൊണ്ട് പറയണമല്ല, എല്ലാ മലയാളികളും എല്ലാ മാധ്യമങ്ങളോടും വളരെ നന്ദിയുണ്ട്. പ്ലസ് എൻ്റെ അച്ഛനമ്മ ആയിടയ്ക്കാണ് എൻ്റെ കല്യാണം ഉണ്ടായത്, അതിന് പിന്നെ കുട്ടി. അപ്പോൾ ഓരോരോ റെസ്പോൺസിബിലിറ്റി വന്നുകൊണ്ടിരുന്നപ്പം ഇറ്റ് വാസ് ഈസിയർ. കാരണം നോട്ട് ടു ഗിവ് അപ്പ്. കാരണം ഞാനെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോൾ ഗൂഗിളിൽ അടിക്കുമ്പോൾ, നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റിലൊക്കെ അടിക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ തന്നെ വരണം. അങ്ങനെയായിരുന്നു ആഗ്രഹം പല കാര്യങ്ങളിലും. അപ്പോൾ ക്രിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് പണ്ട് സ്കൂളിലൊക്കെ ക്ലാസ് കട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, ക്ലാസ് കട്ട് ചെയ്ത് കുറച്ച് ഡാൻസും കുറച്ച് മ്യൂസിക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കളിക്കാൻ മൈൻഡ് കംപ്ലീറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റി ക്രിക്കറ്റിൽ നിന്ന്. പക്ഷേ ക്രിക്കറ്റ് തിരിച്ചു വന്നപ്പോൾ എപ്പോഴും ഒരു ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതെനിക്ക് ഭയങ്കര വലിയ സംഭവമായിരുന്നു. കാരണം യു കനോട്ട് മേക്ക് ഇറ്റ് ബാക്ക് എന്നുള്ള സാധനം വരുമ്പോൾ യെസ് ഐ വിൽ. അതെന്തോ എന്തായിരുന്നു പ്രചോദനം എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഫിസിക്കൽ ഫിറ്റ്നസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ശരിക്കും എനിക്ക് ദൈവാനുഗ്രഹം, എല്ലാവരും പ്രാർത്ഥന, പിന്നെ സ്വന്തമായിട്ട് നമ്മളെപ്പോഴും മറന്നു പോകണം നമ്മുടെ സ്വന്തം
ഒരിക്കലും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യില്ല. അപ്പോൾ ഐ എം ജെനുവൻലി ഗ്രേറ്റ്ഫുൾ. എൻ്റെ മൈൻഡ് സെറ്റ് വളരെ സിമ്പിളായിരുന്നു. കാരണം ഐ വിൽ കം ബാക്ക്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സമയമെടുക്കും. പക്ഷേ BCCI വേറെ ഏത് വലിയ പവർഫുൾ അസോസിയേഷൻ ആണെങ്കിലും ഐ വിൽ ഫൈറ്റ് ടിൽ ദ ലാസ്റ്റ് ബ്രെത്ത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് ഞാൻ തിരിച്ചു വരാൻ കാരണം. പിന്നെ എ ഹ്യൂജ് താങ്ക്സ് ടു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ടോ. കാരണം വന്ന വഴി തന്നെ ടിനുചേട്ടൻ, യോഹന്നാൻ ചേട്ടൻ, ടിനുചേട്ടനായിരുന്നു കോച്ച്. അപ്പം അത്ര എളുപ്പമായിരുന്നില്ല. ടിനുചേട്ടൻ വരെ എന്നെ ശരിക്കും ടഫ് ചെയ്ത് തന്നെ പ്രാക്ടീസ് മാച്ചസ് കളിപ്പിച്ച്, സെലക്ഷൻ മാച്ചസ് കളിപ്പിച്ച് പെർഫോം ചെയ്താൽ മാത്രമേ ശ്രീകുട്ട ടീമിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അതൊക്കെ എനിക്കിഷ്ടമായി. തിരിച്ച് വിജയസാരെ കളിച്ചപ്പം അന്ന് പറഞ്ഞ പോലെ തന്നെ ഹയസ്റ്റ് വിക്കറ്റൊക്കെയായിരുന്നു കേട്ടോ. ഇന്ത്യയിൽ 4th ആയിരുന്നു. താങ്ക് യു. അപ്പോൾ അതുകൊണ്ടാണ് 39 yearsൽ ഐ ഡിസൈഡ് ടു കോൾ ഇറ്റ് ഓഫ്. കാരണം ഇനി നല്ല യങ്സ്റ്റേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ നല്ല യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പണ്ട് ഞാൻ ചേട്ടന്മാർ കളിക്കുമ്പോൾ പറയുന്ന പോലെ നിർത്തിക്കൂടെ, സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണ പോലെ നിർത്തി. ഇപ്പോൾ ലീഗ്സ് കളിക്കുന്നുണ്ട്, നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. ഗോഡ്സ് ഗ്രേസ്. താങ്ക് യു. ശ്രീശാന്ത് സാർ, അങ്ങനെ ഒരേ സമയം ഏറ്റവും ഭാഗ്യമുള്ളതും ഏറ്റവും നിർഭാഗ്യമുള്ളതായ കായികതാരമായിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം ഇന്ത്യ ആദ്യമായി T20 വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത്, അതായത് ജോഗീന്ദർ ശർമ്മയുടെ ബോൾ കൈപ്പിടിയിൽ ഒതുക്കുമ്പോഴാണ് ഇന്ത്യ ആദ്യത്തെ 2020 കിരീടം ചൂടുന്നത്. മാത്രമല്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2011 ഇന്ത്യ ലോകകപ്പ് കിരീടം ചൂടുന്നത് അങ്ങ് ടീമിലുണ്ടാകുന്ന സമയത്താണ്. അതേ ഭാഗ്യവും അതിനൊപ്പം ഒരു താരത്തിൻ്റെ ഏറ്റവും നിർഭാഗ്യകരമായ കരിയറും ഉള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങേക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, ഈ ഒരു വളരെ പ്രയാസം നിറഞ്ഞ ഈ സാഹചര്യത്തിൽ അങ്ങയുടെ സഹതാരങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത താരങ്ങളും അതിനൊപ്പം നിന്ന കോച്ചുമാരാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇല്ലട്ടോ, ഞാൻ ഓരോരോ പ്ലേയേഴ്സിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പബ്ലിക്കലി ആരും പുറത്ത് വന്നില്ല. വീരുഭായി ആണ്, വീരേന്ദർ സെഹ്വാഗാണ് ആദ്യമായിട്ട് ഒരു മെസ്സേജ് അയച്ചത്, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പറഞ്ഞത്. പിന്നെ പവർഫുൾ ആളാണെങ്കിൽ എനിക്കൂടെ ശശി തരൂർ സാറാണ് ആദ്യമായിട്ട് ഒരു നല്ല കാര്യം പറഞ്ഞ ആ ടൈമിൽ. വളരെ ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ. അങ്ങനെ കുറേ നല്ല ആളുകൾ, ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറാണെങ്കിലും അന്ന് ശ്രീശാന്ത് തെറ്റിയതില്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ കളിച്ചുകൂടാന്നൊക്കെ പറഞ്ഞ ഉമ്മൻചാണ്ടി സാറൊക്കെയാണ്. അപ്പം വളരെ നന്ദിയുണ്ട് എല്ലാവരും. ഇപ്പം എൻ്റെ തന്നെ കുടുംബത്തിലുണ്ടായിരുന്ന സീമ ചേച്ചി കുറേ എന്നെ സഹായിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട്. പക്ഷേ മെയിനായിട്ട് ഞാൻ പറയില്ല, ഞാൻ എൻ്റെ ഒരു തെളിയിക്കണം. അന്ന് ക്യാച്ച് എടുത്തത് അഭിമാനമായിരുന്നു. 2013 അപമാനമായി മാറരുത്, അത് തെളിയിക്കണം എന്നൊരു വാശി ഉണ്ടായിരുന്നു ഉള്ളിൽ. അത് തെളിയിക്കാൻ പറ്റി. അതും BCCIയുടെ എതിരെ ആയതുകൊണ്ട് അതിലും വളരെ സന്തോഷം. പക്ഷേ മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ എന്താ പറയുക, നമ്മുടെ കുട്ടികളുണ്ടായതിനു ശേഷം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യു സെറ്റ് എ റോൾ മോഡൽ എന്നുള്ള രീതിയിൽ. ഞാൻ പണ്ടൊരു എന്താ പറയുക, ദർ ഇസ് നോ ഷെയിം, ഒരു അരഗൻഡ് അല്ലെങ്കിൽ ഫുൾ ആറ്റിറ്റ്യൂഡ് ശ്രീശാന്തി എന്ന് പയ്യൊരു ഫാദർ ഫിഗർ എന്നുള്ള രീതിയിലേക്ക് മാറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം സിമ്പിളായിട്ട് ഇപ്പം ഇങ്ങനെ ഇപ്പോഴാണെങ്കിലും ഈ ഇതും വരുമ്പോഴും വിളിച്ചപ്പോഴും ഞാൻ ചേട്ടാ ഞാൻ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിങ്ങനെ പബ്ലിക്കിലായിട്ട് വരണോ എന്നാണ് വിശ്വൻ ചേട്ടനോട് ചോദിച്ചത് തന്നെ. പക്ഷേ ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതും ഒരു പ്രചോദനമാകും. കാരണം 23-ാം തീയതി തൊട്ട് എന്നാ പറയുക, ദെറാദൂണിലൊരു ലെജൻസ് ലീഗ് ടൂർണമെൻ്റ് ഉണ്ട്. അപ്പം അതിൽ കളിക്കാൻ പോകുന്നു. അതിന് ലങ്ക ഒരു 90 ബോൾ ടൂർണമെൻ്റ് ഉണ്ട്, അത് കളിക്കാൻ പോകുന്നു. ഐ എം 41 ബട്ട് സ്റ്റിൽ ഗോയിങ് സ്ട്രോങ്. ഗോഡ്സ് ഗ്രേസ്. സാർ നമസ്കാരം, എൻ്റെ പേര് അഖിൽ. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ഈ കായിക താരങ്ങൾ ഇപ്പോൾ കായിക മേഖല വിദ്യാർത്ഥികളിൽ നിന്നെല്ലാം അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് കിഷോർ സാറല്ലേ ഇവിടെ പറഞ്ഞു. എനിക്കൊരു ചെറിയ അനുഭവമുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് പറയാം. 2012 ശ്രീശാന്ത് സാറ് വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞ് 2012 സായിൽ വരുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. സായിൽ റോബി മാത്യു സാറിൻ്റെ കീഴിൽ ക്രിക്കറ്റിൻ്റെ റോബിൻ മേനോൻ സാറിൻ്റെ കീഴിൽ ക്രിക്കറ്റിൻ്റെ ഒരു അക്കാഡമി തുടങ്ങുകയും അവിടെ പുതിയതായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ അന്ന് സാറിൻ്റെ ഓട്ടോഗ്രാഫ് എല്ലാം ഞാൻ വാങ്ങിച്ചായിരുന്നു. പക്ഷേ അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ വേറൊരു സ്കൂളിൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് എന്നെ അവിടെ സായി സെലക്ട് ചെയ്തപ്പോൾ ഫുള്ളായിട്ട് എൻ്റെ സ്കൂൾ മാറി അവിടെ ചെല്ലണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ വിട്ടില്ല. ഞാൻ ആ ക്യാമ്പിന് പോവുകയില്ല, പിന്നെ അതങ്ങ് പോയി. ഇപ്പോൾ ആ മേഖലയിലേക്കൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കായിക മേഖലയിലുള്ള വളർച്ച വിദ്യാർത്ഥികളിലും പുതിയ കായിക താരങ്ങളെയും സൃഷ്ടിക്കണമെങ്കിൽ കൂടുതലായും മാതാപിതാക്കളെ പോലെ തന്നെ പഠിക്കുന്ന സ്കൂളുകളിലും കായിക അറ്റ്മോസ്ഫിയർ കൂടുതൽ വളർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അതിന് ഗവൺമെൻറ് ഒരു പരിധിവരെ ശ്രമിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്നൊക്കെ പറയുന്ന വലിയ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ സ്കൂളുകളിലും കൂടി ഇത് കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനൊക്കെ ഉണ്ട്, പക്ഷേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടും, ഒരു ബോൾ അല്ലെങ്കിൽ ഒരു ബാറ്റ് എവിടെയെങ്കിലും കിട്ടും, എവിടെയെങ്കിലും പോവുക കളിക്കുക, അല്ലാതെ ആ സാറ് വന്ന് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് കുറച്ചും കൂടി നല്ലപോലെ ട്രെയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാറ് പറഞ്ഞ ഈ ഒരു അപാകത മാറ്റി നിർത്താൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ.
അതായത് സുഹൃത്ത് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് മാറ്റം കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കണക്ക് പ്രകാരം 500 കുട്ടിക്ക് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് കേരള ഗവൺമെൻറ്റിൻ്റെ കണക്ക്. എന്നാൽ 499 കുട്ടിയാണ് ഒരു സ്കൂളിൽ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സ്കൂളുകൾ വന്നതുകൊണ്ട് പല സ്കൂളുകളിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇല്ലാതെയാണ്. ഇപ്പോൾ ഒരു നിയമം വീണ്ടും വന്നു, പിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കോ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതുപോലുള്ള കായിക പരിപാടികൾ ചെയ്യാം എന്ന്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ വിഷയം തന്നെ, നമ്മൾ ഫിസിക്സിനോ ഇംഗ്ലീഷിനോ ടീച്ചറിലെ പോലും പ്രശ്നമല്ല, കായിക അധ്യാപകൻ നിർബന്ധമായിട്ട് വേണം. കാരണം കായിക അധ്യാപകൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്, സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വർക്ക് ചെയ്യിക്കേണ്ട ആളാണ് ഈ കായിക അധ്യാപകൻ. ഒരു സ്കൂളിൻ്റെ അച്ചടക്കം നോക്കേണ്ട ആളാണ് കായിക അധ്യാപകൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെയൊക്കെ 1-ാം ക്ലാസ്സിൽ ചേർത്തി കഴിഞ്ഞാൽ 10-ാം ക്ലാസ്സിൽ TC വാങ്ങാൻ നേരത്താണ് നമ്മളെ അച്ഛൻ വരിക വീട്ടിൽ, അല്ല സ്കൂളിൽ വരിക. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഓരോ എക്സാമിനും വിളിക്കുകയാണ്. നമ്മൾ പറയുന്ന ഫീസ് മൊത്തം കൊടുക്കണം, ടീച്ചർ പറയുന്ന ചീത്തയും കേൾക്കണം. നിങ്ങൾ മോൻ പഠിക്കുന്നില്ല, നിങ്ങൾ അവിടെ നോക്കുന്നില്ല, ഇവിടെ നോക്കുന്നില്ല, പിന്നെ നമ്മൾ ട്യൂഷനും പെടണം. ആലോചിച്ച് നോക്കും, നമുക്ക് പ്രശ്നമാണ് അവിടെ. അപ്പം നാളെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, മാം ഒരു കാര്യം ചെയ്തു, ഫീസ് കൂട്ടിക്കോളൂ, ഞാൻ ഇനിയും തരാം, പക്ഷേ ഇതുകൂടി എന്നെ കൊണ്ട് പറ്റൂല. ഏത് പഠിപ്പിക്കാനും കൂടി, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് എല്ലാവരും പൈസയും മേടിച്ച് വെക്കും, വണ്ടിക്ക് പൈസ, അതിന് പൈസ, ഇതിന് പൈസ എല്ലാം മേടിച്ച് അവർ നമ്മളെ പറ്റി വരുന്നത്. അപ്പോൾ കായിക മേഖലയിലേക്ക് 500 കുട്ടിക്കല്ല, ഏതാണ്ട് 100 കുട്ടിക്ക് ഒരു കായികാധ്യാപകൻ എന്നുള്ള രീതിയിലുള്ള മാറ്റം കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കായികാധ്യാപകർക്ക് ജോലികൾ കിട്ടും. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ തൊഴിലുകൾ ഇല്ലാണ്ടായിക്കുന്നത്. അപ്പോൾ ആ ഒരു തൊഴിൽ മേഖല ശക്തിപ്പെടും. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഇത് കായികക്ഷമത, കുട്ടികളെ നിങ്ങൾ നോക്കിയോ, കേരളത്തിൽ നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ നിങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് കണക്കെടുത്ത് നോക്കിയാൽ കേരളത്തിലെ വിദ്യാർത്ഥികളിലാണ് കായികക്ഷമത ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ. ആ ഒരു ലെവലിലേക്ക് നമ്മളെത്തിപ്പോയി. എത്തോറെ നിങ്ങൾ പറഞ്ഞു നോക്ക്, ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞു ഉഷേച്ചി അവിടെ പോയപ്പോഴാണ് ട്രാക്ക് കാണുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ കാണുന്നത്, എന്നിട്ട് ഓടി ജസ്റ്റ് ഒരു സെക്കൻഡിന് പോയി. അത്രയും കായികക്ഷമതയുള്ളൊരു നാട്ടിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഈ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ നശിപ്പിച്ചിട്ടുണ്ടാവും. താങ്ക് യു. എല്ലാവർക്കും നന്ദി. നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. കേട്ടിരുന്നവർക്കും അതുപോലെ ശ്രീശാന്ത്, ജോപോൾ, നമ്മുടെ കിഷോർ, ഗീതു, എല്ലാവർക്കും നന്ദി.